I thank God for this wonderful opportunity that God has given to us to worship Him in truth and in spirit. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനായി ദൈവം നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'm so glad that you have tuned in to this Zoom Sunday service. Zoom Sunday സർവീസിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്തതിന് വളരെ നന്ദി. I'm so sure that God is going to be in our midst and speak to us and minister to us. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മധ്യയുണ്ട്. അവൻ നമ്മളോട് സംസാരിക്കുകയും നമ്മെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായിരിക്കും. And we will sing some beautiful songs and worship the Lord together. നമ്മൾ ഒരുമിച്ച് ആദ്യമായി ചില ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ. My humble request is, when you are there, just put on your headphones and make sure that you are connected with the songs that we sing and the words that we say. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രത്യേക ഹെഡ്ഫോൺ വെച്ച് ഞങ്ങൾ പാടുന്ന പാട്ടിനെയും അതിൻ്റെ വാക്കുകളെയും ശ്രവിച്ച് അത് മനസ്സിലാക്കി ഞങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനായി ക്ഷണിക്കുന്നു. Even though you are not here physically, I know for sure that your heart is here with us. നിങ്ങൾ ശാരീരികമായി ഞങ്ങളോടൊപ്പം ഇല്ല എങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. Let's worship our Lord together. നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. Praise the Lord. Hallelujah. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ,
മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശുവിന്റെ സ്നേഹിതൻ യേശു എന്റെ സ്നേഹിതൻ. യേശു എന്റെ പ്രാണപ്രിയൻ. യേശു എന്റെ സ്നേഹിതൻ. യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ, എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയുന്നവൻ. എന്നെ നന്നായി അറിയുന്നവൻ യേശു എന്റെ ഭാരം ചുമക്കുന്നവൻ. യേശു എന്നെ നന്നായി അറിയുന്നവൻ. യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ. യേശു എന്റെ സ്നേഹിതൻ. യേശു എന്റെ പ്രാണപ്രിയൻ. ചേർന്ന് പാടുമോ? യേശുവിന്റെ സ്നേഹിതൻ. യേശു എന്റെ സ്നേഹിതൻ. യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. Father, we just thank you for the great privilege that you have given in our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്ന ഈ വലിയ പദവിക്കായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. To come and worship you irrespective of all the challenges around us. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വെല്ലുവിളികളുടെ മധ്യേ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. You are worthy to be worshipped this morning. കർത്താവെ, ഇന്ന് പൽക്കാലം അങ്ങ് ആരാധിക്കപ്പെടുവാൻ യോഗ്യനായവൻ. And we just thank you for you have redeemed us to come to your presence and glorify your name and adore you. കർത്താവെ, ഇന്ന് പകൽക്കാലം രാവിലെ സമയം അങ്ങയുടെ സന്നിധാനത്തിൽ വന്ന് അങ്ങേ സ്തുതിപ്പാൻ അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. You are not only our Savior and God,
we just sang that you are our friend also. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ രക്ഷകൻ മാത്രമല്ല, അങ്ങ് ഞങ്ങളുടെ സ്നേഹിതനെന്ന് ഞങ്ങൾക്ക് പാടുവാൻ കൃപ തന്നതിനായി സ്തോത്രം. As a friend, Lord, we just thank you for the freedom you have given to us, to you, and share and pour out our hearts to you this morning. കർത്താവെ, രാവിലെ സമയം അങ്ങ് ഞങ്ങളുടെ സ്നേഹിതനാവുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം അങ്ങയോട് പകരുവാൻ തന്ന ഈ അവസരത്തിനായി, ആ സ്വാതന്ത്ര്യത്തിനായി നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. In our friendship, thank you for the great freedom that we can openly speak anything to you and pour out our burdens and concerns into you. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സ്നേഹിതനെന്ന നിലയിൽ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം കാരണമായി ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങളുടെ വികാരങ്ങളും ഞങ്ങളുടെ വേദനകളും പകരുവാൻ കർത്താവെ നീ തന്ന അവസരത്തിനായി, തന്ന സ്വാതന്ത്ര്യത്തിനായി നന്ദിയോടിനെ സ്തുതിക്കുന്നു. As a good friend, you can easily understand us. ഞങ്ങളുടെ നല്ല സ്നേഹിതനായി അങ്ങായിരിക്കിയാൽ ഞങ്ങളെ നല്ലവണ്ണം അറിയുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. You are ready to help us as a good friend. ഒരു നല്ല സ്നേഹിതനായി ഞങ്ങളെ സമയത്ത് സഹായിപ്പാൻ അങ്ങുള്ളതിനായി നന്ദിയോട് സ്തോത്രം. Lord, as we worship you this morning, Lord, we let us enjoy your presence and give us the freedom to be in your presence. കർത്താവ്, ഇന്ന് പൽക്കാലം അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ സഹായിക്കണമേ. Lord, I just thank you for everyone who has tuned into this channel to worship you with us. കർത്താവ്, ഞങ്ങളോട് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാനായി കർത്താവ് ഈ ചാനലിലേക്ക് ട്യൂൺ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. You know their concerns and burdens and needs of Father. കർത്താവെ, അവരുടെ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും വേദനകളെയും നൊമ്പരങ്ങളെയും അങ്ങ് അറിഞ്ഞിരിക്കാൻ And സ്തോത്രം. you have promised us 2 or 3 people gather, you are with us. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ കടന്നു വരാമെന്ന്. Because you are an omniscient and omnipresent God, we know that your presence is not only with us but to every one those who have tuned into this channel. കർത്താവെ, അങ്ങ് സർവ്വവ്യാപിയായതുകൊണ്ട് ഞങ്ങളോട് മാത്രമല്ല, ഞങ്ങളുടെ മധ്യേ മാത്രമല്ല, ഈ ചാനൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരുടെയും മധ്യേ അങ്ങ് ഉള്ളതിനായി നന്ദിയോട് You സ്തുതിക്കുന്നു. promise that you will send forth your word wherever the people are and touch them and heal them this morning. കർത്താവെ, അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കർത്താവെ, അങ്ങയുടെ വചനം അയച്ച് ജനത്തെ എവിടെയായിരുന്നാലും വിടിവിക്കാമെന്ന്, സൗഖ്യമാക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കാൻ So സ്തോത്രം. this morning we humbly request you, let your word go forth and minister to every person. കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ വചനം, കർത്താവെ അങ്ങയുടെ വചനം ചെല്ലുന്നിടത്തൊക്കെയും കർത്താവെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ, സൗഖ്യം പ്രാപിപ്പാൻ നീ സഹായിക്കണമേ. We pray that you may send forth angels from heaven to minister to the people who are tuned into this service. കർത്താവെ, ഈ ആരാധനയിലേക്ക് കർത്താവെ ട്യൂൺ ചെയ്ത് പങ്കുകൊള്ളുന്ന എല്ലാവരുടെയും മധ്യയിൽ അങ്ങയുടെ ദൂതന്മാരെ അയച്ചു നീ ശുശ്രൂഷിക്കണമേ. Let there be a great joy in their heart of Father. കർത്താവെ, അവരുടെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. Let there be a great transformation in their life. അവരുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം ഉണ്ടാകുവാൻ അങ്ങ് സഹായിക്കണമേ. Let their sorrows be moved from their hearts. അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വേദനകളും നൊമ്പരങ്ങളും As നീങ്ങിപ്പോകുമാറാകട്ടെ. we rejoice in your presence, let the joy of the Lord be our strength. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആനന്ദിക്കുമ്പോൾ ഞങ്ങളുടെ ബലം അങ്ങയുടെ സന്നിധിയിലുള്ള സന്തോഷമാകിയാൽ Touch every person of Father. ഓരോ വ്യക്തി ജീവിതത്തെ നീ തൊടുമാറാകണമേ. Touch every individual this morning. ഓരോ വ്യക്തി ജീവിതത്തെ ഇന്ന് പൽക്കാലം നീ തൊടണമേ. And for your glory, we are looking forward to see and experience your glory this morning. ഇന്ന് പകൽക്കാലം കർത്താവെ അങ്ങയുടെ മഹത്വം കാണുവാൻ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. We welcome you all into this great worship. ഈ ആരാധനയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. Thank you for tuning into this service. ഈ ആരാധനയിലേക്ക് നിങ്ങൾ ട്യൂൺ ഇൻ ചെയ്തതിന് വളരെ നന്ദി. Invite your friends and family to tune into and join with us this morning. ഇന്ന് പൽക്കാലം ഞങ്ങളോടൊപ്പം ആരാധിപ്പാനായി നിങ്ങളുടെ സ്നേഹിതരെയും നിങ്ങൾ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അറിയിക്കുക. And God is with us this morning. ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. His presence is with us this morning. ഇന്ന് പൽക്കാലം അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ He ഉണ്ട്. has something special to speak to us this morning. ഇന്ന് പൽക്കാലം നമ്മളോട് സംസാരിപ്പാൻ ദൈവത്തിന് പ്രത്യേകമായ ചിലതുണ്ട്. Let's join with the choir and worship the Lord. കൊയറിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. Hallelujah. Hallelujah. Let's worship Him, clapping our hands and focusing on Him. Let's continue to praise Him. ദൈവത്തിൽ മാത്രം നമ്മുടെ
ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു We are going മഹത്വപ്പെടുത്താം. to sing that He is our fortress and He is our rock. അവൻ നമ്മുടെ കന്മലയും നമ്മുടെ കോട്ടയുമാകുന്നു എന്നുള്ള ഗാനമാണ് നമ്മൾ പാടുവാൻ He is പോകുന്നത്. worthy to be praised. അവൻ സ്തുതിക്കപ്പെടുവാൻ യോഗ്യൻ. He is worthy to receive glory and honor and praise. സകല മാനവും മഹത്വവും സ്വീകരിപ്പാൻ അവൻ യോഗ്യൻ തന്നെ. And He will provide His strength when we are weak. നമ്മൾ ബലഹീനരായി തീരുമ്പോൾ അവൻ തന്റെ ബലം നമ്മളിൽ പകരും. And He will make us victorious. നമ്മളെ ജയാളികളാക്കി അവൻ തീർക്കും. Let's worship the Lord. നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. Hallelujah. എന്റെ ശൈലവും കോട്ടയുമേ. ശൈലവും കോട്ടയുമേ എന്നെ കാക്കും ദൈവം നീയേ. എന്റെ ശൈലവും കോട്ടയുമേ എന്നെ കാക്കും ദൈവം നീയേ. മഹത്വവും ശക്തിയും നിറഞ്ഞവനെ സ്തുതികൾക്കു യോഗ്യനേ. മഹത്വവും ശക്തിയും നിറഞ്ഞവനെ സ്തുതികൾക്കു യോഗ്യനേ. ആരാധന അങ്ങേക്കേ, 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 ആരാധന അങ്ങേക്കേ. അങ്ങേ ചിറകുകളിൽ നിഴലിൽ എന്നെന്നും പരിപാലിച്ചു. അങ്ങേ ചിറകുകളിൽ നിഴലിൽ നീ എന്നെന്നും പരിപാലിച്ചു. പരിശുദ്ധനേ എൻ തുണയായോനേ സ്തുതികൾക്ക് യോഗ്യനേ. പരിശുദ്ധനേ എൻ തുണയായോനേ സ്തുതികൾക്ക് യോഗ്യനേ. ആരാധന അങ്ങേക്കേ, 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 ഹല്ലേലൂയ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ പകർന്നു നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ പകർന്നു നീ. യേശു രാജാവൻ ബലമാകയാ ഒന്നിനും ഭയപ്പെടില്ല. യേശു രാജാവൻ ബലമാകയാ ഒന്നിനും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്കേ, 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 ആരാധന അങ്ങേക്കേ. എന്റെ ഉயிருള്ള നാളുകളെല്ലാം അങ്ങേ പുകഴ്ത്തി പാടിടുമേ. എന്റെ ഉயிருള്ള നാളുകളെല്ലാം പുകഴ്ത്തി പാടിടുമേ. രാജാവേ നീ ചെയ്ത നന്മകളെ എണ്ണി ഞാൻ സ്തുതിച്ചിടുമേ. രാജാവേ നീ ചെയ്ത നന്മകളെ എണ്ണി ഞാൻ സ്തുതിച്ചിടുമേ. ആരാധന അങ്ങേക്കേ, 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 ആരാധന അങ്ങേക്കേ.
നിന്റെ കൃപ എന്നിൽ പകർന്നു നീ എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ പകർന്നു നീ യേശു രാജാവൻ ബലമാകയാ ഒന്നിനും ഭയപ്പെടില്ല യേശു രാജാവൻ ബലമാകയാ ഒന്നിനും ഭയപ്പെടില്ല യേശു രാജാവൻ ബലമാകയാ യേശു രാജാവൻ ബലമാകയാ ഒന്നിനും ഭയപ്പെടില്ല യേശു രാജാവൻ ബലമാകയാ ഒന്നിനും ഭയപ്പെടില്ല ആരാധന അങ്ങേക്കേ 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 ആരാധന എന്റെ ഉயிருള്ള നാളുകളെല്ലാം എന്റെ ഉயிருള്ള നാളുകളെല്ലാം അങ്ങേ പുകഴ്ത്തി പാടിടുമേ ജീവനുള്ള നാളുകളെല്ലാം ഉயிருള്ള നാളുകളെല്ലാം അങ്ങേ പുകഴ്ത്തി പാടിടുമേ എന്റെ ഉயிருള്ള നാളുകളെല്ലാം പുകഴ്ത്തി പാടിടുമേ ഉயிருള്ള നാളുകളെല്ലാം എന്റെ ഉயிருള്ള നാളുകളെല്ലാം അങ്ങേ പുകഴ്ത്തി പാടിടുമേ രാജാവേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ നീ ചെയ്ത രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ നീ ചെയ്ത നന്മകളെ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ രാജാവേ നീ ചെയ്ത സ്തുതിച്ചിടുമേ ഞാൻ സ്തുതിച്ചിടും രാജാവേ നീ ചെയ്ത നന്മകളെ ഞാൻ സ്തുതിച്ചിടും സ്തുതിച്ചിടുമേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ രാജാവേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ സ്തുതിച്ചിടുമേ രാജാവേ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ Yes, hallelujah. Praise the Lord. If you look back into our life നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ and count the blessings of God, ദൈവത്തിന്റെ നന്മകളെ എണ്ണി നോക്കിയാൽ those blessings are beyond what we can count. നമുക്ക് എണ്ണുവാൻ കഴിയുന്നതിലധികമാണ് ആ നന്മകൾ. It's almost for the last 3 months the whole world is living in a great fear and terror. കഴിഞ്ഞ 3 മാസമായി ഏകദേശം ലോകം മുഴുവനും ലോകമെമ്പാടുമുള്ള എല്ലാ ജനതയും ഭയത്തിലും ഭീതിയിലുമായിരിക്കുന്നു. Most of them are in great depression, പലരും വിഷാദത്തിൽ നിരാശയിലായിരിക്കുന്നു, are confused. ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നു. But when we look into our own life, എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ God has been so faithful into our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. He protected us all, നമ്മളെല്ലാവരെയും അവൻ കാത്തു പരിപാലിച്ചു, provided everything what we needed, നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളെയും നൽകി തന്നു. and He walked with us, അവൻ നമ്മളോടൊപ്പം നടന്നു, sheltered us under His wings, അവൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ മറച്ചു, and He blessed us with everything what we needed. നമുക്ക് ആവശ്യമായ സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചു. And this morning we have gathered around
him to worship him and acknowledge the blessings of God. ഇന്ന് രാവിലെ ഈ സമയം അവൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അവനെ ആരാധിപ്പാൻ, അവൻ ചെയ്ത നന്മകളെയൊക്കെ ഓർത്ത് അവനെ സ്തുതിപ്പാൻ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. Just count the blessings of God in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ എണ്ണി നോക്കാം. How he was faithful in our life. എത്രമാത്രം അവൻ വിശ്വസ്തനായിരുന്നു. How much he loved us and protected us. എത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചു, നമ്മളെ കാത്തു പരിപാലിച്ചു. Irrespective of all our failures in our life, he has been faithful to us. നമ്മുടെ ജീവിതത്തിന്റെ അനവധിയായ പരാജയങ്ങളുടെ മധ്യേയും അവൻ നമ്മൾക്ക് വിശ്വസ്തനായിരുന്നു. It is true that many churches are not open to worship freely to him. ഇന്ന് പൽക്കാലം അനേക സഭകളും തുറന്ന് ദൈവത്തെ ആരാധിപ്പാനായി കഴിയാത്തൊരവസ്ഥയിലായിരിക്കുന്നു എന്നുള്ള സത്യം. But you can open your heart and worship the Lord. എന്നാൽ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ തുറന്ന് ഇന്ന് പൽക്കാലം നമുക്ക് അവനെ ആരാധിക്കാം. Bible says, വേദപുസ്തകം പറയുന്നു, you are the temple of the living God. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയമാകുന്നു So എന്ന്. we, being the temple of God, we can open our hearts and worship him this morning. നമ്മൾ ദൈവത്തിന്റെ ആലയമാകൊണ്ട് അവന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ തുറന്ന് നമുക്ക് അവനെ ആരാധിക്കാം. Place where we are is not an important thing in the presence of God. ദൈവസന്നിധിയിൽ ഒരു സ്ഥലത്തിന് പ്രത്യേകതയൊന്നുമില്ല. It is your preparedness to worship God is more important. നമ്മുടെ ഒരുക്കമാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. That's why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, if 2 or 3 people gather in my name, I am there. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. The one who is worthy to be worshipped is with us, so we can worship him boldly. ഇന്ന് പൽക്കാലം അവനെ ആരാധിപ്പാൻ യോഗ്യനായവൻ അവൻ മാത്രമാകൊണ്ട് അവനെ ആരാധിപ്പാനായി അവൻ നമ്മുടെ മധ്യേ കടന്നു വന്നു. What else you need to worship God? ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് മറ്റെന്താണ് ആവശ്യം? His presence is essential to worship God, and he has promised that I will be there when you are ready to worship me. ദൈവത്തെ ആരാധിപ്പാൻ ദൈവ സാന്നിധ്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന്. Are you prepared to worship him this morning? ഇന്ന് പൽക്കാലം അവനെ ആരാധിപ്പാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നുവോ? So this morning let's once again focus on him. ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം. To worship him and adore him. ഇന്ന് പൽക്കാലം ആരാധിപ്പാനായ ഏകാഗ്രതയോടുകൂടി To ആയിരിക്കാം. glorify the name of God. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, Remembering everything what God has done into our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല നന്മകളെയും ഓർത്തുകൊണ്ട്, He spared our life for last week. കഴിഞ്ഞ ആഴ്ചകളായി ദൈവം നമ്മളെ ജീവനെ പരിപാലിച്ചു. Wherever we traveled, he sent forth his angels to watch over us. നമ്മൾ പോയിടത്തൊക്കെയും ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ കാത്തു പരിപാലിച്ചു. How merciful he was to us this morning and throughout last week. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എത്രമാത്രം കരുണ നിറഞ്ഞവനായി നമ്മളോട് അവൻ പെരുമാറി. So let's worship him this morning. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്ക് അവനെ ആരാധിക്കാം. Continue to praise him this morning. ഇന്ന് പൽക്കാലം അവനെ തുടർന്നും ആരാധിച്ച് And സ്തുതിക്കാം. declare that he is a good God in our life. നമ്മുടെ ജീവിതത്തിൽ അവൻ നല്ലവനെന്ന് ഒരിക്കൽ കൂടെ ഏറ്റു പറയാം. Oh, there is none like him in our life. അവൻ നമ്മുടെ ജീവിതത്തിൽ അവനെ പോലെ മറ്റാരുമില്ല. He is worthy to worship this morning. അവൻ ആരാധിക്കപ്പെടുവാൻ ഇന്ന് പൽക്കാലം യോഗ്യൻ തന്നെ. So let's sing one more song and worship him. ഒരു ഗാനം കൂടെ പാടി നമുക്ക് അവനെ ആരാധിക്കാം. Hallelujah. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദൈവോ എന്നും എന്നേക്കുമുള്ളത് എന്നുള്ളത് പെരുവെള്ളത്തിന്റെ രച്ചൽ പോലെ സ്തുതിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. Hallelujah, 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 hallelujah. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ,
അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തൻ. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു. ഹല്ലേലൂയ. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയും. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ബഹുമാനം. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി.
മനത്തെ എന്റെ കാൽകളെ എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിര കാൽകളെ പാറമേൽ നിർത്തി എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിര പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ ദൈവത്തിന് സ്തുതി പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ ദൈവത്തിന് സ്തുതി എനിക്ക് പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ ദൈവത്തിന് സ്തുതി പുതിയൊരു പാട്ട് എനിക്ക് തന്നു ദൈവത്തിന് സ്തുതി പുതിയൊരു പാട്ട് എനിക്ക് തന്നു എന്റെ ദൈവത്തിന് സ്തുതി തന്നെ സ്തുതി എനിക്ക് പുതിയൊരു പാട്ട് എനിക്ക് തന്നു ദൈവത്തിന് ഓ പുതിയൊരു പാട്ട് എനിക്ക് തന്നു എന്റെ ദൈവത്തിന് പുതിയൊരു പാട്ട് എനിക്ക് പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ ദൈവത്തിന് പുതിയൊരു പാട്ട് പുതിയൊരു ബലം പുതിയൊരു ശക്തി Hallelujah. Amen. The redeemed can say that the Lord has given a new song in my mouth. വീണ്ടെടുക്കപ്പെട്ടവർക്ക് പറയാൻ കഴിയും ദൈവം എനിക്കൊരു പുതിയ പാട്ടിന്റെ നാൾ തന്നു He എന്ന്. has placed us on a rock. അവൻ നമ്മളെ ഒരു പാറമേൽ നിർത്തിയിരിക്കുകയാണ്. Because we are standing on the rock, there is nothing to be afraid in this world. ഒരു പാറമേൽ നമ്മൾ നിൽക്കൊണ്ട് നിർത്തിയിരിക്കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ഒന്നും പേടിപ്പാനില്ല. He is with us. അവൻ നമ്മളോട് കൂടെയുണ്ട്. He is our fortress. അവൻ നമ്മുടെ ശൈലവും No കോട്ടയുമായിരിക്കുന്നു. weapon shall prosper against us. നമുക്കെതിരായുള്ള ഒരു ആയുധവും ഫലിക്കയില്ല. Our God is on our side. നമ്മുടെ ദൈവം നമ്മുടെ വശത്തുണ്ട്. That's why another songwriter wrote like this. അതുകൊണ്ടാണ് ഇനി ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്. ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല because I am standing on the rock. ഞാൻ പാറമേൽ നിൽക്കുകൊണ്ട് എനിക്ക് ഭയമില്ല. There is nothing to be afraid of. എനിക്ക് ഭയപ്പെടുവാനായി ഒന്നും തന്നെയുമില്ല. There was a time in my life that I was in a miry clay. കുഴഞ്ഞ ചേറ്റിലിരുന്ന ആ ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. Fear was all around me. എൻ്റെ ചുറ്റുപാടും ഭയമുണ്ടായിരുന്നു. But now എന്നാൽ ഇപ്പോഴോ His hand has pulled me out and put me on the rock. അവന്റെ കരങ്ങൾ നീട്ടി അവൻ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എടുത്ത് പാറമേൽ I നിർത്തിയിരിക്കുകയാണ്. don't care what's happening around me. എൻ്റെ ചുറ്റുപാട് നടക്കുക എന്തെന്ന് എനിക്ക് പേടിപ്പാനില്ല. I'm not at all afraid of what's going around me. എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭയപ്പെടുവാൻ ആവശ്യമില്ല. Because He has placed me over a rock. കാരണം അവൻ എന്നെ പാറമേൽ And നിർത്തിയിരിക്കുകയാണ്. not only that, മാത്രമല്ല He has commanded His angels to watch over me. എന്നെ കാത്തു സൂക്ഷിപ്പാനായി തന്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. I am strong in the Lord. ഞാൻ കർത്താവിൽ ബലമുള്ളവനായിരിക്കുന്നു. He is on my side. ദൈവം എന്റെ പക്ഷത്തുണ്ട്. The Bible says ദൈവത്തിന്റെ വചനം പറയുന്നു, thousands may fall on your left side and 10,000 may fall on your right side. 1000 പേര് എന്റെ വശത്തും 10,000 പേര് എന്റെ വലത്തുവശത്ത് വീണാലും എനിക്ക് But none of പേടിപ്പാനില്ല. those things will come and touch me. ഒന്നും എന്നെ തൊടുവാൻ പോകുന്നില്ല. Because God is my protector. കാരണം എന്നെ സൂക്ഷിക്കുന്നവൻ I am ദൈവമാണ്. standing on the rock. ഞാൻ പാറമേൽ നിൽക്കുന്നു. Though the rain may come and the wind may blow, മഴ പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും nothing will happen to me. ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല. Because my God is on my side. കാരണം എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ട്. That is the song of the redeemed. വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗാനം അതാണ്. There is no fear in us. ഞങ്ങളിൽ ഭയമില്ല. Even the death has nothing to do with us. മരണത്തിന് പോലും ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Because for the redeemed, death is a promotion. വീണ്ടെടുക്കപ്പെട്ടവരുടെ മരണം എന്ന് പറയുന്നത് ഒരു ഉയർച്ചയാണ്. Promotion from this world to the eternal world. ഈ ലോകത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉന്നതമായ സ്വർഗീയ ജീവിതത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണത്. Promotion from the mortal to the immortal.
നശ്വരമായതിൽ നിന്ന് അനശ്വരമായതിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. So we are not even afraid of death. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പേടിയില്ല. So the redeemed will always sing like this. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ എപ്പോഴും ഇങ്ങനെ പാടും, I will not be afraid. ഞാൻ ഭയപ്പെടില്ല. I am not going to be afraid. ഞാൻ ഭയപ്പെടുവാൻ പോകുന്നില്ല, Because he is with me. അവൻ എന്നോട് He കൂടെയുണ്ട്. has placed me on the rock. എന്നെ പാറമേൽ അവൻ He നിർത്തിയിരിക്കുന്നു. has commanded his angels to watch over me. എന്നെ കാത്തു പരിപാലിപ്പാൻ അവൻ തന്റെ ദൂതന്മാരെ എനിക്ക് വേണ്ടി I അയച്ചിരിക്കുന്നു. am covered by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ ഞാൻ മൂടപ്പെട്ടിരിക്കുന്നു. I am living in the power of God. ദൈവശക്തിയിൽ ഞാൻ ജീവിക്കുന്നു. So let all the redeemed sing and worship God with this song. അതുകൊണ്ട് ഈ ഗാനം പാടി വീണ്ടെടുക്കപ്പെട്ട നമ്മൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കാം. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഇനി ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൻ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൻ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടില്ലിനിയും. തീച്ചുള എന്നെ മൂടിയെന്നാലും ഭയപ്പെടില്ലിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടില്ലിനിയും. തീച്ചുള എന്നെ മൂടിയെന്നാലും ഭയപ്പെടില്ലിനിയും. കൺമണി പോൽ എന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വരേച്ചിടുമേ. കൺമണി പോലെ എന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമേ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ എൻ്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ എൻ്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്.
ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇമ്മാനുവേൽ എന്റെ കൂടെ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടില്ല ഇനിയും. തീച്ചുള എന്നെ മൂടിയെന്നാലും ഭയപ്പെടില്ല ഇനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടില്ല ഇനിയും. തീച്ചുള എന്നെ മൂടിയെന്നാലും ഭയപ്പെടില്ല ഇനിയും. കൺമണി പോലെന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടില്ലിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ എന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ എന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇമ്മാനുവേൽ എന്റെ കൂടെ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇമ്മാനുവേൽ എന്റെ കൂടെ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇമ്മാനുവേൽ എന്റെ കൂടെ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. Yes, hallelujah. Praise the Lord. Hallelujah. That is the assurance of a child of God. ഒരു ദൈവപൈതലിന്റെ ഉറപ്പതാണ്. God is with me. ദൈവം എന്നോട് കൂടെയുണ്ട്. You know, a child of God should be fully aware of the protection he has in Jesus Christ. ക്രിസ്തു യേശുവിൽ നമുക്കുള്ള ആ സംരക്ഷണത്തിനെ കുറിച്ച് ഒരു ദൈവത്തിൽ എപ്പോഴും ബോധവാനായിരിക്കണം. When you are anointed with the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുമ്പോൾ that anointing itself is a big protection for you. ആ അഭിഷേകം തന്നെ നിനക്കുള്ള വളരെ വലിയ ഒരു സംരക്ഷണയാണ്. When you are in Christ, നീ ക്രിസ്തുവിലായിരിക്കുമ്പോൾ Bible says വേദപുസ്തകം പറയുന്നു you are protected by the power ദൈവശക്തിയാൽ of God. ദൈവശക്തിയാൽ നീ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. In the Psalm 23, David says 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, each sheep is anointed with oil. ഓരോ ആടും എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന്. Before it goes out of the fen, പുറത്തേക്ക് ആട്ടുമന്തകൾ പുറത്തു പോകുന്നതിന് മുൻപായി it gets anointing. അത് അഭിഷേകം പ്രാപിക്കുന്നുണ്ട്. And that anointing is the protection over the sheep. ആ ആടുകളുടെ മേലുള്ള ഒരു സംരക്ഷണയാണ് ആ അഭിഷേകം. No insects can touch that sheep now. ഒരു കൃമികൾക്കും അതിനെ തൊടുവാൻ കഴിയുകയില്ല. And again the psalmist says, സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു, the staff and the rod of the shepherd is another protection for the sheep. ഇടയന്റെ വടിയും കോലും മറ്റൊരു സംരക്ഷണയാണ്. Dear child of God, മക്കളെ, you should know about the protection you have. നിങ്ങൾക്കുള്ള ദൈവികമായ സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. You should be fully aware about the protection that the Lord has given to you. ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ആ സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. If you are not aware of the protection that God has over you, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല എങ്കിൽ you will live in fear. നിങ്ങൾ ഭയത്തിൽ തന്നെ ജീവിക്കേണ്ടി That's വരും. what we read in the book of Kings. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. It was true that the servant of the prophet Elijah was living with him.
പ്രവാചകനായ ഏലിയാവ് അവരുടെ കൂടെ താമസിക്കുന്നുണ്ടെന്നുള്ള സത്യം. But they didn't know the God's protection that God has given to his servants. തന്റെ ദാസന്മാർക്ക് ദൈവം നൽകി തന്നിരിക്കുന്നതായ ആ സംരക്ഷണയെ കുറിച്ച് അവർക്ക് ബോധമില്ലായിരുന്നു. When the servant saw the army of the Arameans were surrounded them, അവർക്ക് ചുറ്റുപാടും സൈന്യം ശത്രു സൈന്യം വന്നു എന്ന് കണ്ടപ്പോൾ the servant was so much in panic. ആ ദാസന് വളരെ പേടിയായി. Now he comes to the prophet and tells him, oh no, we are surrounded by the enemy. ബാല്യക്കാരൻ വന്ന് പ്രവാചകനോട് പറയുകയാണ്, നമ്മൾ ശത്രുക്കളാൽ ഇപ്പോൾ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. But the prophet was not in panic when he heard the news. എന്നാൽ ആ ചെയ്തി അവൻ കേട്ടപ്പോൾ ഒരിക്കലും പ്രവാചകൻ ഭയപ്പെട്ടില്ല. Because he knew the protection of God over his life and his territory. തന്നെ കുറിച്ചും തന്റെ ചുറ്റുപാടും തന്റെ ആദരനും ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളതിനെ കുറിച്ച് ആ പ്രവാചകന് നല്ല ബോധ്യമുണ്ടായിരുന്നു. Dear child of God, you should know the protection that God has given to you. പ്രിയ ദൈവവേദലേ, നിന്നെ കുറിച്ച് ദൈവം തന്നിരിക്കുന്ന ആ സംരക്ഷണത്തെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകണം. You are protected by the power of God. ദൈവശക്തിയാൽ നീ കാക്കപ്പെടുകയാണ്. No weapon shall prosper against you. നിനക്കെതിരായുള്ള ഒരു ആയുധവും ഫലിക്കയില്ല. There is a blood protection around you. നിന്റെ ചുറ്റുപാടും രക്തം കൊണ്ട് യേശുവിന്റെ രക്തത്താലുള്ള ഒരു സംരക്ഷണമുണ്ട്. There is an angelic protection around you. നിനക്ക് ചുറ്റും ദൈവിക ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. In the book of Job we read, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, God has put a fencing around the servants of God. ദൈവഭക്തന്മാരുടെ ചുറ്റും അവൻ ഒരു വേലി കെട്ടി സൂക്ഷിക്കുന്നു എന്ന്. The enemy cannot cross that border without the permission of God. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ശത്രുവിന് ആ വേലി കടന്നു വരുവാൻ കഴിയുകയില്ല. And God has protected us with his Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. And he has given us the full armor of God. ദൈവത്തിന്റെ സർവ്വായുധ വർഗ്ഗത്തെ അവൻ നമുക്ക് നൽകി തന്നിരിക്കുന്നു. You should be aware about the protection of God in your life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സംരക്ഷണം എത്രമാത്രമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി തീരണം. Your life is guaranteed by the power of God. ദൈവശക്തിയാൽ നമ്മുടെ ജീവൻ അവനിൽ ഉറച്ചിരിക്കുന്നു. When you know about that protection, ആ സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് ബോധമാകുമ്പോൾ you will start praising God. നമ്മൾ ദൈവത്തെ സ്തുതിപ്പാൻ You തുടങ്ങും. will start worshiping him. അവനെ ആരാധിപ്പാൻ തുടങ്ങും. You will start glorifying the name of God. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ The fear തുടങ്ങും. will vanish from your heart. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീങ്ങിപ്പോകും. The faith will increase. നമ്മുടെ വിശ്വാസം വളർന്നു You വരും. will be strong enough to strengthen other people also. മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ നമ്മൾ ശക്തരായി തീരും. Blessed be the name of our Lord Jesus Christ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Hallelujah. Hallelujah. So always remind yourself with the promises of God that God has given about your protection. നിങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് ദൈവം തന്നിരിക്കുന്ന ഉറപ്പിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി തീരണം. No sheep has to worry as long as the shepherd is with him. ഇടയൻ കൂടെ ഉള്ളപ്പോൾ ഒരാടിനും ഒന്നിനെ കുറിച്ചും പേടിക്കാനില്ല. His presence itself is a great confidence for the sheep. ഇടയന്റെ സാന്നിധ്യം തന്നെ ആടുകൾക്ക് വളരെ വലിയ ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നു. And the staff and the rod of the shepherd is another strength for the sheep. ഇടയന്റെ വടിയും കോലും ആടുകൾക്ക് മറ്റൊരു സംരക്ഷണമാണ്. And Jesus said to us, യേശു നമ്മളോട് പറഞ്ഞു, I am the good shepherd. ഞാൻ നിങ്ങളുടെ നല്ല ഇടയനാകുന്നു. And he said, I lay my life for you. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വെച്ച് തരുന്നു. What does it mean? അതിന്റെ അർത്ഥം എന്ത്? He will do everything to protect us. നമ്മളെ സൂക്ഷിപ്പാൻ സംരക്ഷിപ്പാൻ അവൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും. That's what he said like this. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. Greater is the one who is in us than in the world. ഹല്ലേലൂയ. നമ്മളിൽ ഇരിക്കുന്നവൻ ലോകത്തിലിരിക്കുന്നതിനേക്കാൾ വലിയവനാണ്. Our God is greater than coronavirus. നമ്മുടെ ദൈവം കൊറോണ വൈറസിനേക്കാൾ വലിയവനാണ്. Our God is greater than everything that we see around us. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ കാര്യങ്ങളെക്കാളും വലിയവനാണ് നമ്മുടെ Be ദൈവം. strong in the Lord. അതുകൊണ്ട് കർത്താവിൽ ബലപ്പെടുക. Be strong and walk with Jesus. യേശുവിനോട് കൂടെ നടക്കുന്നതിൽ ഉറപ്പുവരുത്തുക. Every step should be a strong step. ഓരോ കാൽച്ചുവടുകളും ഉറപ്പുള്ള കാൽച്ചുവടുകളായിരിക്കണം. You remember the promise what he has given to us? നമുക്ക് ദൈവം തന്ന വാഗ്ദത്തം ഓർക്കുന്നല്ലോ. I will never leave you nor forsake you. ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. I will never leave you nor forsake you. ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല. Who in the world can give such a great promise? ആർക്ക് ഈ ലോകത്ത് ഇത്രയും വലിയ ഒരു വാഗ്ദത്തം തരുവാൻ കഴിയും? What religious leader has given us such a great promise? ഇത്ര വലിയ വാഗ്ദത്തം ഏത് വ്യക്തിയാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്? Again he said,
അവൻ വീണ്ടും പറഞ്ഞു, I will never leave you as orphans. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. I will never leave you as orphans. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി So വിടുകയില്ല. boldly we can sing and praise God. അതുകൊണ്ട് ധൈര്യമായി നമുക്ക് പാടി സ്തുതിപ്പാൻ കഴിയും. Lord, I need you and you alone. കർത്താവേ, എനിക്ക് അങ്ങേ മാത്രമേ ആവശ്യം. നീ മാത്രം മതി. Lord, I need you alone. കർത്താവേ, അങ്ങ് മാത്രം മതി എനിക്ക്. Your presence make me strong. അങ്ങയുടെ സാന്നിധ്യം എന്നെ ബലപ്പെടുത്തുന്നു Your കർത്താവേ. presence make me happy. നിന്റെ സാന്നിധ്യം എന്നെ Your ശക്തീകരിക്കുന്നു. presence opens the way for me. നിന്റെ സാന്നിധ്യം എനിക്ക് പുതിയ വഴികളെ തുറക്കുന്നു. Your presence open doors for me. എനിക്ക് വേണ്ടി പുതുവഴികളെ അത് തുറക്കുന്നു Your കർത്താവേ. presence strengthens me. അങ്ങയുടെ സാന്നിധ്യം എന്നെ Your ശക്തീകരിക്കുന്നു. presence bring healing to my body. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് രോഗസൗഖ്യം നൽകി തരുന്നു. Lord, I need you and you കർത്താവേ, alone. എനിക്ക് അങ്ങ് മാത്രം മതി. Because you are everything to me. കാരണം അങ്ങ് എനിക്ക് എല്ലാം ആകുന്നു. As a child of God and a redeemed community, we can once again say and pray to God, God, I need you alone. ദൈവമക്കൾ എന്ന നിലയിൽ, വീണ്ടെടുക്കപ്പെട്ട ജനം എന്ന നിലയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങ് മാത്രം എനിക്ക് മതി. Shall we all join together and worship our Lord with this song? ഈ ഗാനം പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. നീ മാത്രം മതി യേശുവേ, നീ മാത്രം മതി. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായല്ല. യഹോവ എലിയോ, അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോ, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. ചേർന്ന് പാടുമോ? നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്.
As we continue to worship Lord with this song, തുടർന്ന് നമ്മൾ ഈ ഗാനത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ if there is anybody sick in your body, ആരെങ്കിലും ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നതായുണ്ട് if any one of you are going through some trouble or some pressures around you, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സമ്മർദ്ദത്താലും ഭാരത്താലും കടന്നു പോകുന്ന ഏതെങ്കിലും ജീവിതങ്ങളുണ്ട് if you think that you are all alone in this trial, ഈ പരിശോധനയിൽ നിങ്ങൾ ഏകരാണെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് if you think എങ്കിൽ, that everybody has forsaken you and you are all alone in this struggle, എല്ലാവരാലും കൈവിടപ്പെട്ട് നിങ്ങൾ ഏകരായിരിക്കുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ, if there is something that bothers you നിങ്ങളുടെ a lot, നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യമുണ്ട് എങ്കിൽ, if you don't see anybody around you to share your heart with, നിങ്ങളുടെ ഹൃദയം പകരുവാൻ നിങ്ങൾ ആരെയും സ്നേഹിതരായി കാണുന്നില്ല എങ്കിൽ, yes, we continue to sing this song and chorus. ഈ കോറസ് ഞങ്ങൾ പാടുന്ന ആ സമയത്ത് We are going to pray for you. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. God's word is going to touch you. ദൈവത്തിന്റെ വചനം നിങ്ങളെ സ്പർശിക്കുവാൻ You പോവുകയാണ്. are going to experience an angelic touch wherever you are right now. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിൽ ഒരു ദൂതന്മാരുടെ സ്പർശനങ്ങൾ അനുഭവിപ്പാൻ. Maybe you may be watching us in the hospital. ഒരുപക്ഷേ നിങ്ങൾ ആശുപത്രി കിടക്കയിൽ നിന്ന് ഇത് You ശ്രവിക്കുന്നുണ്ടാകും. may be watching us in your living room. നിങ്ങളുടെ വീട്ടിലെ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടാകും. Maybe you are all alone. ഏകരായിരുന്നു നിങ്ങൾ But കേൾക്കുന്നുണ്ടാകും. let me tell you something. ഞാൻ ഒരു കാര്യം പറയട്ടെ. The angel of the Lord who came to minister to Elijah and John at the Patmos, പ്രവാചകനായ ഏലിയാവിനെയും പത്മോസ് ദ്വീപിലേഖനായിരുന്ന യോഹന്നാനെയും ശുശ്രൂഷിപ്പാനായി ദൂതന്മാർ കടന്നു വന്നതുപോലെ God is going to send an angel to minister to you right now. ഹല്ലേലൂയ, നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം ഒരു ദൂതനെ അയക്കുവാൻ He പോവുകയാണ്. knows the struggle you go through this morning. ഇന്ന് പൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന ആ വേദനകളും ആ പോരാട്ടവും എന്തെന്ന് ദൈവം He അറിയുന്നു. knows the pain that you have suffering in your body. നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ആ വേദനയും നൊമ്പരവും എന്തെന്ന് ദൈവം അറിയുന്നു. He knows the struggle you go through in your mind. നിന്റെ മനസ്സിലുള്ള പോരാട്ടങ്ങളെ അവൻ അറിയുന്നു. He knows the pain your family is facing now. നിന്റെ കുടുംബം നേരിടുന്ന ആ പ്രശ്നങ്ങളെ വേദനകളെ അവൻ And അറിയുന്നു. this morning he is telling you, ഇന്ന് പൽക്കാലം രാവിലെ സമയം അവൻ my പറയുന്നു, son, my daughter, എന്റെ മകളെ, എന്റെ മകനെ, I have seen your trouble. നിന്റെ വേദന നൊമ്പരവും ഞാൻ അറിയുന്നു. I have come to deliver you. ഞാൻ നിന്നെ വിടുവിപ്പാൻ കടന്നു വന്നിരിക്കുന്നു. I will be your defender. ഞാൻ നിന്നെ കാത്തു I will സൂക്ഷിക്കുന്നവനായിരിക്കും. be your comforter. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കും. My name is Jehovah Rapha, your healer. എന്റെ നാമം യഹോവ റാഫ, സൗഖ്യദായകൻ എന്നാണ്. I am your shepherd. ഞാൻ നിന്റെ ഇടയനാകുന്നു. And I'm going to touch you and deliver you from where you are this morning. ഇന്ന് പൽക്കാലം നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ പോവുകയാണ്. Would you please join with me with this song? ഈ ഗാനത്തോട് ഞങ്ങളോട് ചേർന്ന് നിങ്ങളായിരിക്കുമോ? Lord, I need you and you alone. കർത്താവേ, എനിക്ക് അങ്ങയെ മാത്രമേ ആവശ്യമുള്ളൂ. I know that you are my comforter. അങ്ങ് എന്റെ ആശ്വാസപ്രദൻ ഞാൻ I അറിയുന്നു. know that you are my healer. അങ്ങ് എന്റെ സൗഖ്യദായകനെന്ന് ഞാൻ അറിയുന്നു. As the choir is joining with us to pray, sing this song, ഈ കൊയർ നമ്മളോട് ചേർന്ന് നമ്മൾ പാടുമ്പോൾ നമ്മൾ ചേർന്ന് പാടാം. I'm going to pray for you also. അതേസമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ You പോവുകയാണ്. can place your hands wherever you have a trouble. നിങ്ങൾക്ക് വേദനയും നൊമ്പരവും ഉള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കരങ്ങളെ വയ്ക്കാം. Or if there is something bothers you, you can pour out your heart to God right now. എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നതായുണ്ട് എങ്കിൽ ഹൃദയത്തെ ദൈവത്തിൽ പകരുക. Even if you do not know how to pray for your needs, നിന്റെ ആവശ്യം എങ്ങനെ പറയണമെന്ന് അറിയില്ല എങ്കിൽ Bible says, വേദപുസ്തകം പറയുന്നു, every groaning that comes out of your heart, your God, your heavenly Father can read it and know it. നിന്റെ എല്ലാ നെടുവീർപ്പുകളെ പോലും ദൈവത്തിന് വായിക്കുവാനും അറിയുവാനും കഴിയും. There is no other God in the world that has said like that. ഒരു ദൈവവും നമ്മൾ ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ല, നിന്റെ നെടുവീർപ്പുകളെ ഞാൻ അറിയുന്നു The എന്ന്. God who can read the groanings of your heart. നമ്മുടെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ പോലും വായിച്ചറിയുവാൻ കഴിയുന്ന The ദൈവം, God who can interpret the groanings of your heart. നിന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ തിരിച്ചറിയുവാൻ, അതിനെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവം. Even the sigh that you make, God knows. നിന്റെ നെടുവീർപ്പിനെ പോലും അവൻ അറിയുന്നു. And He knows He is nearby you. അവൻ നിന്റെ അരികിലുണ്ട്. His hand is on you this morning ഇന്ന് പൽക്കാലം അവന്റെ കരം നിന്റെ to മേലുണ്ട്. touch you and comfort you നിന്നെ തൊടുവാൻ, നിന്നെ വിടുവിപ്പാൻ. and to heal your body this ഇന്ന് morning. പൽക്കാലം ശരീരത്തെ And this സൗഖ്യമാക്കുവാൻ. morning, let you tell you something. ഞാൻ ഇന്ന് പൽക്കാലം ഒരു കാര്യം പറയട്ടെ. God's eyes are over you. ദൈവത്തിന്റെ കണ്ണുകൾ നിന്റെ ചുറ്റുമുണ്ട്. This morning, God has sent us through this media into your life and into your home to be as a word of God to comfort you and deliver you. നിന്നെ ആശ്വസിപ്പിപ്പാൻ, നിന്നെ വിടുവിപ്പാനായി ദൈവം ഈ മുഖാന്തരം ഈ വചനം നിന്നെ അയക്കുന്നു. This shows how much God loves you. ദൈവം നിന്നെ എത്രമാത്രം
എത്രമാത്രം how സ്നേഹിക്കുന്നു much എന്ന് He cares വെളിപ്പെടുത്തുന്നു. for you. എത്രമാത്രം നിനക്ക് വേണ്ടി കരുതുന്നു എന്ന് Please അറിയുന്നു. join with us with this song. ഈ ഗാനത്തിന്റെ വരികൾ നിങ്ങൾ ചേർന്ന് പാടുക. യഹോവയീരേ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിടരാ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. Father, we come to your presence upholding these broken hearts. കർത്താവേ, തകർന്ന മനസ്സുകളുമായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. The people who have sickness in the body, ശാരീരികമായ ക്ലേശങ്ങളും രോഗങ്ങളുള്ളവരെ ഓർത്ത്, with the people who has problems that they cannot solve by themselves. തങ്ങളാൽ തന്നെ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായിരിക്കുന്ന ജനത്തോടുകൂടെ This morning you promised to us that you are a creator God. അങ്ങ് സൃഷ്ടിതാവാം ദൈവമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനായി This സ്തോത്രം. morning you reminded us you are Jehovah Jireh, the provider. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പോഷിപ്പിക്കുന്ന ദൈവം അങ്ങ് എന്ന് ഇന്ന് രാവിലെ സമയം ഞങ്ങളോട് പറഞ്ഞല്ലോ. This morning you reminded that you are Jehovah Rapha, our healer. ഞങ്ങളുടെ സൗഖ്യദായകൻ അങ്ങ് എന്ന് ഈ രാവിലെ സമയങ്ങളെ ഓർമ്മിപ്പിച്ചു. Loving Heavenly Father, നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ do പിതാവേ, a miracle for these people. ജനത്തിന് വേണ്ടി ഒരു അത്ഭുതം Let there be ചെയ്യുമാറാകണമേ. a creative miracle in the families and in the lives of the people who listen to us this morning. ഇന്ന് പൽക്കാലം ഞങ്ങളെ ശ്രവിക്കുന്ന ആ ജീവിതങ്ങളിൽ കർത്താവേ ഒരു സൃഷ്ടിപ്പിന്റെ അത്ഭുതം സംഭവിക്കുമാറാകട്ടെ. You are a God who can call for things which are not in existence. ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ് അങ്ങ് നിങ്ങൾ And by അറിയുന്നു. the power and authority into the body of Christ, we call for things to those people who need a creative miracle in their life. കർത്താവേ, നീ തന്നിരിക്കുന്ന സഭയ്ക്ക് തന്നിരിക്കുന്ന അധികാരവും ശക്തിയും ഉപയോഗിച്ച് ഇന്ന് പകൽക്കാലം ജീവിതങ്ങളിൽ കർത്താവേ ഒരു സൃഷ്ടിപ്പിന്റെ അത്ഭുതം നടക്കുവാൻ ഞങ്ങൾ വിളിച്ചു പറയുന്നു. And this morning you reminded us that you are Jehovah Jireh, our provider. കർത്താവേ, ഇന്ന് രാവിലെ സമയം അങ്ങനെ ഞങ്ങളെ പോഷിപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമെന്ന് പറഞ്ഞതിനായ സ്തോത്രം. We call for the provision for thy people, of Father. തന്റെ ജനത്തിന് വേണ്ടിയുള്ള ആവശ്യമായ നന്മകളെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു You കർത്താവേ. provided the needs of the Israelites who walked in the wilderness for 40 years. 40 വർഷക്കാലം മരുഭൂമിയിൽ നടന്നായ തന്നിന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി നീ കരുതി പോഷിപ്പിച്ച ദൈവമാണ്. Lord, I just pray that you be Jehovah Jireh for every person that hear this word this morning. കാലം ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും അങ്ങ് കർത്താവേ യഹോവ ഈരയായിട്ട് മതിയായ ദൈവമായി കരുതുന്ന ദൈവമായി വെളിപ്പെടുവാൻ ഞങ്ങൾ Just പ്രാർത്ഥിക്കുന്നു. like you was Jehovah Jireh for Abraham. അബ്രഹാമിന് അങ്ങ് യഹോവ ഈരയായി ഇരുന്നതുപോലെ Just like you are Jehovah Jireh for the Israelites who walked through the wilderness. മരുഭൂമിയിൽ കൂടെ നടന്ന ഇസ്രായേൽ ജനത്തിന് അങ്ങ് യഹോവ ഈരയായി Just like you was Jehovah Jireh for Elijah. ഏലിയാവിന് പോഷിപ്പുകാരനായി യഹോവ ഈരയായി അങ്ങിരുന്നതുപോലെ Lord, I just pray that you may be the Jehovah Jireh for every believer and every person who has tuned into this program right now. ഈ സമയത്ത് കർത്താവേ ഈ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും
കുഞ്ഞുങ്ങൾക്കും അങ്ങ് യഹോവ ഇരയായി വെളിപ്പെടുവാൻ ഞങ്ങൾ Let there പ്രാർത്ഥിക്കുന്നു. be food at their home. കർത്താവേ, ഭവനങ്ങളിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. Let there കർത്താവേ, be everything what they need to live in this ഈ world. ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ സകല നന്മകളെ നീ അവർക്ക് നൽകി In കൊടുക്കണമേ. the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let there be a supernatural provision in the house of the people. കർത്താവേ, അങ്ങയുടെ ജനത്തിന്റെ ഭവനങ്ങളിൽ കർത്താവേ ഒരു സമൃദ്ധിയും കർത്താവേ സ്വർഗീയമായ ഒരു കർത്താവേ പ്രകൃതിക്ക് അധീനമായ ഒരു നന്മയും ഉണ്ടാകട്ടെ. Let the windows of heaven be open for these people. ജനത്തിന് വേണ്ടി സ്വർഗ്ഗത്തിലെ കിളിവാതിലുകൾ നീ തുറക്കണമേ. Just like there was a supernatural provision at the doorsteps of Samaria, Lord, let these people Hallelujah. enjoy a miracle at their doorsteps of Father. സമരയിലെ പടിവാതിക്കൽ ഒരു കർത്താവേ അമാനുഷികമായ അത്ഭുതം സംഭവിച്ചതുപോലെ ഒരു പോഷിപ്പ് നടന്നതുപോലെ കർത്താവേ ജനത്തിന്റെ ഭവനങ്ങളിൽ കർത്താവേ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. And also you reminded that you are Jehovah Rapha the healer. കർത്താവേ, അങ്ങേ യഹോവ റാഫ എന്ന് വെളിപ്പെടുത്തിനായി സ്തോത്രം. Lord, let there be a healing take place right now. കർത്താവ് ഇപ്പോൾ തന്നെ രോഗസൗഖ്യം For ഉണ്ടാകട്ടെ. all those who need a healing miracle. കർത്താവേ, ഒരു രോഗസൗഖ്യത്തിന്റെ അത്ഭുതം ആവശ്യമായ എല്ലാവർക്കും Wherever they are. അവരായിരിക്കുന്ന ഏത് സ്ഥാനത്തും Whatever may be the healing miracle they need. കർത്താവേ, അവർക്ക് ആവശ്യമായ സൗഖ്യം എന്ത് തന്നെ ആയാലും Let be their healing right now, Father. കർത്താവേ, ആ സൗഖ്യം അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. Lord, as they tuned into this program, let it not be an accident, but let there be the intervention of God and the power of God that may come into their body, and let there be a healing right now. കർത്താവേ, ഈ പ്രോഗ്രാം കർത്താവെ കേൾക്കുന്ന ഇത് കർത്താവെ സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ട് ഉണ്ടായതല്ല, എന്നാൽ കർത്താവെ അവർക്ക് അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുവാൻ ഇന്ന് പൽക്കാൽ നീ സഹായിക്കണം. Lord, we know that this is God's appointed time. ഇത് ദൈവത്താൽ നിർണയിക്കപ്പെട്ട സമയമെന്ന് ഞങ്ങൾ അറിയുന്നു. Lord, we know that you ordained this. കർത്താവേ, ഇത് അങ്ങ് നിർണയിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. Lord, it is your appointed time for their healing and their provision and their miracle. കർത്താവേ, അവരുടെ അത്ഭുതത്തിനും അവരുടെ പോഷിപ്പിനും അവരുടെ രോഗസൗഖ്യത്തിനുമായി അങ്ങ് നിയമിച്ച സമയം സന്ദർഭം ഞങ്ങൾ അറിയുന്നു. Thank you for doing that great miracle in the lives of the people. അങ്ങയുടെ ജനത്തിന്റെ മധ്യേ വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen and amen. Amen, amen. Amen and amen. Pastor Lionel will greet and welcome the viewers right now. Praise the Lord. ദൈവത്തിന് സ്തോത്രം. I'm so glad that you have tuned in so far. ഇത്രയും നേരവും നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. We are so blessed to have you as a team through Zoom and Facebook. സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് വളരെ It's സന്തോഷമുണ്ട്. been a long time that we have met personally. നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് കുറേ നാളുകളായി. I really miss watching you all from the stage. സ്റ്റേജിൽ നിന്ന് നിങ്ങളെ കാണുന്ന ആ അനുഭവം എനിക്ക് വളരെ നഷ്ടബോധം തരുന്നു. But soon we will be able to gather together as a family. കുടുംബമായി സഭയായി നമ്മൾ ഒരുമിച്ച് ചേരുവാൻ ദൈവം നമ്മളെ എത്രയും പെട്ടെന്ന് സഹായിക്കും. I want to take this opportunity and welcome you all once again for this time of worship and fellowship. ഈ ആരാധനയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. A lot of people are watching us on Facebook and on Zoom. സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും അനേകം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു. And I know that you are tuning into our YouTube channel. Every day we are sending out a message so that you can be blessed in this time of quarantine. ഈ കൊറോണ സമയത്ത് ക്വാറന്റൈൻ സമയത്തും നിങ്ങൾക്ക് ഞങ്ങളുടെ സന്ദേശങ്ങൾ അറിയുവാനായി എല്ലാ ദിവസവും യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം അയക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. You know, even though we are physically locked down, നമ്മൾ ശാരീരികമായി ലോക്ക്ഡൗണിലായിരുന്നെങ്കിലും our spirit is not locked down. നമ്മുടെ ആത്മാവ് ഒരിക്കലും ലോക്ക്ഡൗണിലല്ല. That's what we see in Paul and Silas' life. പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. They were locked down physically, ശാരീരികമായി ബന്ധിക്കപ്പെട്ടവരായിരുന്നു. their spirit was free and flying around. അവരുടെ ആത്മാവോ സന്തോഷത്തോടുകൂടെ സ്വാതന്ത്ര്യമായിരിക്കുകയായിരുന്നു. They could worship the Lord in all those circumstances. ആ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് ദൈവത്തെ പാടി ആരാധിക്കുവാൻ കഴിഞ്ഞു. So we are giving a lot of opportunities for you to listen to sermons even from 2004. 2004 നിന്നുള്ള നമ്മുടെ പ്രസംഗങ്ങളും സന്ദേശങ്ങളും കേൾക്കുവാനുള്ള അവസരങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. And I believe it's going to bless you in the coming days. വരുന്ന ദിവസങ്ങളിലൊക്കെയും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We are slowly, as a church, we are slowly getting into the new technology, Zoom and different things. നമ്മൾ സഭയായി ഈ പുതിയ മാധ്യമങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ
സാങ്കേതിക വിദ്യകളിലൂടെ കടന്നു പോകുന്നുണ്ട്. Eventually, we will have more people tuning in the Zoom in the coming weeks. വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ആളുകൾ ഇതിലൂടെ ചേരുവാനായിട്ട് ഇടവരുമെന്ന് വിശ്വസിക്കുന്നു. So if you have any doubts how to do that, you can ask your children, or you can call me or call one of the staff here, and we will definitely help you so that you can tune in next Sunday with us. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത തലമുറയോട് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫിൽ ആരെങ്കിലും ഒരാളെയോ എന്നെയോ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എങ്ങനെ അത് നിങ്ങൾക്ക് ട്യൂൺ ഇൻ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. This is the time that we separate to hear from the word of God. ദൈവവചനത്തിൽ നിന്ന് കേൾപ്പാനായി നമ്മൾ വേർതിരിക്കുന്ന സമയമാണിത്. It brings life to us. അത് നമുക്ക് ജീവൻ നൽകി തരുന്നതാണ്. Hallelujah. Hallelujah. So if you are there, you can get your Bibles ready, your pens ready, and your paper ready, so that you can write down, and after this meeting is over, you can go through it and be blessed by all those scriptures. അതുകൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി നിങ്ങൾ വേദപുസ്തകം എടുത്ത് നോട്ട്ബുക്കും പേനയോ പെൻസിലൊക്കെ എടുത്ത് അതൊക്കെ എഴുതി വെച്ച് ഈ ആരാധന ഈ മീഡിയയിൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് വായിച്ച് നിങ്ങളത് മനസ്സിലാക്കുവാനിട വരട്ടെ. Hallelujah. Hallelujah. God will provide all our needs. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം നിവർത്തിക്കും. Hallelujah. Hallelujah. Praise the Lord. Amen. Over to Pastor Daniel. പാസ്റ്റർ ഡാനിയൽക്ക്. Praise the Lord. This is the time to hear the word of God. ദൈവവചന കേൾവിക്കായുള്ള സമയമാണ്. When we planned about having a Zoom service, I was asking to the Lord, what should the message I should bring forth for the body of Christ? ഇന്ന് പൽക്കാലം ഇങ്ങനെ ഒരു ആരാധന സൂമിലൂടെ നടത്തുവാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താണ് അങ്ങയുടെ ദൂത് ജനത്തോട് അറിയിക്കേണ്ടതെന്ന്. Because all of us know the struggle and the pain we are going through. നമ്മൾ കടന്നു പോകുന്ന വേദനകളും നൊമ്പരങ്ങളും എന്തെന്ന് നമ്മളെല്ലാവരും അറിയുന്നു. How this coronavirus has affected the whole world and messed up our life. ഈ കൊറോണ വൈറസ് നമ്മളെയും ലോകം മുഴുവൻ ഉള്ള ജനതയെയും എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. Many of our plans have been completely shattered by this virus. ഈ വൈറസിന്റെ വ്യാപനം മുഖാന്തരം നമ്മുടെ പല പദ്ധതികളും ഇല്ലാതായി പോയിരിക്കുന്നു. Job, education, financial status, many plannings have been completely shattered by this coronavirus. വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാം തന്നെ താറുമാറായിരിക്കുന്നു ഈ വൈറസ് കാരണം. Now even the world is going to started to thinking about how to live with this virus. ഇപ്പോൾ ലോക ജനത ചിന്തിക്കുന്നത് എങ്ങനെ ഈ വൈറസോടുകൂടെ തന്നെ ഈ ലോക ജീവിതം നയിക്കാം എന്നുള്ളതാണ്. The post corona life is already been planned by many churches and many people. After the corona, how the churches should be. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം, ഈ ജീവിതം കഴിഞ്ഞതിന് ശേഷം സഭകൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അനേകരും ചിന്തിക്കുന്നു തുടങ്ങിയിട്ടുണ്ട്. So I was asking the Lord, what's your plan for the church? സഭയ്ക്ക് കുറിച്ച് കർത്താവേ, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി. Christianity is the only religion that gives hope in every hopeless situation. ഒരു പ്രത്യാശയുമില്ലാത്ത സാഹചര്യത്തിലും പ്രത്യാശ നൽകുന്ന ഒന്നാണ് ക്രിസ്തീയ ജീവിതം. Jesus is the only one who can give hope to any hopeless situation. ഏത് പ്രത്യാശയില്ലാത്ത സാഹചര്യത്തെയും പ്രത്യാശപൂർണ്ണമാക്കി തീർക്കുവാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. There is no word like hopelessness in the dictionary of a Christian. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലായ്മ എന്നുള്ള വാക്കേ ഇല്ല. Because through Jesus Christ we are always overcomers. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം എപ്പോഴും ജയാളികളാണ്. God has something to offer to us that is his victory. ദൈവം നമുക്ക് എപ്പോഴും നൽകുവാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, അത് ജയം എന്നുള്ളത് തന്നെ. So this morning God has given me a message on hope to the body of Christ. കർത്താവിന്റെ ശരീരമാണ് സഭയ്ക്ക് വേണ്ടി നൽകി തരുവാൻ ദൈവം എനിക്ക് ഒരു സന്ദേശം നൽകി തന്നിരിക്കുന്നു. You know, we are not a defeated community. നമ്മൾ ഒരിക്കലും തോറ്റുപോയ ഒരു സമൂഹമല്ല. God doesn't want us to be a defeated community and end our life in our failures. നമ്മുടെ തോറ്റുപോയ ഒരു ജീവിതവുമായി അവസാനിച്ച് നമ്മുടെ തോൽവിയിൽ ജീവിതം അവസാനിപ്പാനായിട്ട് ദൈവം ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. Bible
is the history of the people who has been redeemed by God and restored by God when they have fallen away from the plan of God. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വീണുപോയപ്പോൾ ഈ മനുഷ്യജാതിയെ മുഴുവൻ തൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ജയാളികളാക്കി തീർത്ത ചരിത്രമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് One of പറയുന്നത്. the names of our God is നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്ന് El-Yashib. യൽ യഷീബ് എന്നാണ്. That means അതിൻ്റെ അർത്ഥം God of restoration. വീണ്ടെടുപ്പിൻ്റെ ദൈവം, യഥാസ്ഥാനത്തിൻ്റെ ദൈവം. That's one of the names of God. അതാണ് ദൈവത്തിൻ്റെ മറ്റൊരു നാമം. All through the Bible we read different names of God. ദൈവത്തിൻ്റെ നാമം അനേകം നമ്മുടെ വേദപുസ്തകത്തിലെ പലയിടങ്ങളിൽ വായിക്കുന്നു. Jehovah Rapha, യഹോവ റാഫ, Jehovah Jireh, യഹോവ ഈരേ, El Elyon. യഹോവ എൽ എലിയോൻ. There are many names അനേക നാമങ്ങൾ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നു, written about our God. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള നാമങ്ങൾ. But one of these name is അതിൽ ഒരു നാമം God the Restorer. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനായ ദൈവം, The God who restores our life. നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നവൻ. So something that has been already messed up, ഏതെങ്കിലും ഒന്ന് കുഴപ്പമായി തീർന്നിട്ടുണ്ട് എങ്കിൽ only God can restore it. അതിനെ ദൈവത്തിന് മാത്രമേ യഥാസ്ഥാനപ്പെടുത്തുവാൻ So കഴിയുള്ളൂ. throughout the Bible we see the history of God's restoration to the mankind and to the nations. ദൈവം മനുഷ്യജാതിക്ക് വേണ്ടി യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ് ദൈവജനത്തിൻ്റെ ഉടനീളം നമ്മൾ കാണുന്നത്. And today's message is taken from the book of Zechariah. സഖറിയാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. Chapter 1. ഒന്നാം അധ്യായം Verse 17 we read. 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. We see about a God of restoration in that chapter. ഒരു യഥാസ്ഥാനപ്പെടുത്തുന്നതായ ദൈവത്തെക്കുറിച്ച് ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Zechariah was a prophet of God who ministered the word of God to the Israelites when they were in exile. ഇസ്രായേൽ ജനത്തെ പാലായനത്തിലായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ശുശ്രൂഷിച്ച ഒരു പ്രവാചകനായിരുന്നു സക്കറിയ പ്രവാചകൻ. And this man had a powerful message to share to these people who are in exile. പാലായനത്തിലായിരുന്ന ഈ ജനത്തിനു വേണ്ടി നല്ലൊരു ദൂത് പറയുവാനായിട്ട്, ദൈവിക ആലോചന പറയുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് സക്കറിയാവ്. When they were in exile, there was no hope in their life. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത സമയമായിരുന്നു അവർ പാലായനത്തിലായിരുന്നപ്പോൾ. അവരുടെ പ്രവാസകാലം പ്രത്യാശയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. There was nothing to hope for. അവർക്ക് പ്രത്യാശിപ്പാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. When they looked back into their homeland, അവരുടെ സ്വന്തം നാടിനെ കുറിച്ച് അവർ it ചിന്തിച്ചപ്പോൾ was completely destroyed and demolished. അത് പൂർണ്ണമായി തകർത്ത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. It's almost 70 years now. ഏകദേശം 70 വർഷമായി. There is no way they can think about going back to their homeland and restore and rebuild their land. തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അതിനെ പണിത് വളർത്തുക എന്നുള്ളത് ഒരിക്കലും അവർക്ക് ചിന്തിപ്പാൻ പോലും കഴിയാത്ത കാര്യം. Many kings came during this restoration period. ഈ യഥാസ്ഥാനത്ത് സമയത്ത് അനേക രാജാക്കന്മാർ ഭരണത്തിലേക്ക് കടന്നു വന്നു. And nobody was interested to give a freedom to the Israelites to go back to their homeland and rebuild them. ഒരു രാജാവ് പോലും ഈ ഇസ്രായേൽ ജനത്തെ മടങ്ങി തന്റെ സ്വന്തം നാട്ടിൽ പോയി അതിനെ പണിത് തീർക്കുവാനായിട്ട് അനുവദിച്ചിരുന്നില്ല. Because it was the plan of God that the Israelites has to be in that condition for 70 years. ഈ 70 വർഷക്കാലവും ഇസ്രായേൽ ജനം ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. And during that exile time, ആ പ്രവാസകാലത്ത് Daniel came to know about the restoration of Israel after 70 years. 70 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ ജനത്തിനുണ്ടാകാൻ പോകുന്ന യഥാസ്ഥാനത്തെക്കുറിച്ച് ദാനിയേൽ തിരിച്ചറിഞ്ഞു. And he started praying for the restoration. ആ യഥാസ്ഥാനത്തിന് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. And God raised a king called Cyrus. സൈറസ് എന്ന് പറയുന്ന ഒരു കോരശ് എന്ന് പറയുന്ന ഒരു രാജാവിനെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. And now Cyrus gives a decree so that the people of God can go back to their homeland and restore that nation. ഇപ്പോഴിതാ കോരശ് രാജാവ് ഇസ്രായേൽ ജനത്തിന് മടങ്ങിപ്പോയി തങ്ങളുടെ നാടിനെ പണിതെടുക്കുവാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. So this morning my message is
says, ഇന്ന് പൽക്കാലം എൻ്റെ ദൂത് എന്ന് പറയുന്നത് God will not allow this world to be in this condition for a long time. കൂടുതൽ നാളുകൾ ഈ സ്ഥിതിയിലായിരിക്കാൻ ദൈവം ഈ ലോകത്തെ അനുവദിക്കുകയില്ല. God will not allow your enemy to control your life. നിങ്ങളുടെ ജീവിതത്തെ ശത്രു നിയന്ത്രിപ്പാനായി ദൈവം തുടർന്നും സമ്മതിക്കുകയില്ല. God will not allow the temple of God to be closed forever. ദൈവത്തിന്റെ ആലയങ്ങളൊക്കെയും അടച്ചിടുവാനായി ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. God will not allow the people of God to be in exile. പ്രവാസത്തിലായിരിക്കാൻ ദൈവം തന്റെ ജനത്തെ കൂടുതൽ കാലങ്ങൾ അനുവദിക്കുകയില്ല. Our God is a God of restoration. നമ്മുടെ ദൈവം യഥാസ്ഥാനത്തിന്റെ ദൈവമാണ്. He will bring things together once again. ഒരിക്കൽ കൂടെ ദൈവം ഇതൊക്കെ നേരാക്കും. And our God of restoration says, നമ്മുടെ യഥാസ്ഥാനത്തിന്റെ ദൈവം നമ്മളോട് പറയുന്നത്, I am going to redeem my people. എന്റെ ജനത്തെ ഞാൻ വീണ്ടെടുക്കും. I am going to take my people from their bondage. അവരുടെ ബന്ധനത്തിൽ നിന്ന് ഞാൻ അവരെ വീണ്ടെടുക്കും. I am going to bring them back to my glory. എന്റെ മഹത്വത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. I will bring my people back to my temple. എന്റെ ആലയത്തിലേക്ക് ഞാൻ അവരെ മടക്കി And വരുത്തും. worship will be re-established. ആരാധന വീണ്ടും യഥാസ്ഥാനപ്പെടും. People will come to know that I am a God God of restoration. ഞാൻ യഥാസ്ഥാനത്തിന്റെ ദൈവം എന്ന് എന്റെ ജനം അറിയും. This morning, dear brother and dear sister, പ്രിയ സഹോദര സഹോദരി, I have a good news to share with you. ഇന്ന് പൽക്കാലം നിന്നോട് പങ്കുവയ്പ്പാൻ Our God is a സദ്വർത്തമാനമുണ്ട്. God of restoration. നമ്മുടെ ദൈവം യഥാസ്ഥാനത്തിന്റെ ദൈവമാണ്. He will restore everything what you lost. നിനക്ക് നഷ്ടമായതൊക്കെ അവൻ വീണ്ടെടുത്തു തരും. It is true that we lost our worship in the churches for the last 14 days, 14 weeks. 14 ആഴ്ചകളായിട്ട് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്ന ആരാധന നമുക്ക് നഷ്ടമായി എന്നുള്ള സത്യം. But let me promise you something. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. The Lord says, ദൈവം പറയുന്നത്, I am going to restore my people. എന്റെ ജനത്തെ ഞാൻ വീണ്ടെടുക്കും. My people will come back to the temple. എന്റെ ജനം ആലയത്തിലേക്ക് മടങ്ങി They വരും. will come back to my presence. എന്റെ ആലയത്തിലേക്ക് എന്റെ സന്നിധിയിലേക്ക് അവർ ഒരുമിച്ച് കടന്നു Worship വരും. will be re-established. ആരാധന യഥാസ്ഥാനപ്പെടും. And the Lord says, ദൈവം പറയാണ്, I will live with them. ഞാൻ അവരോട് കൂടെ ജീവിക്കും, വസിക്കും. I will dwell with these people. എന്റെ ജനത്തോടുകൂടെ ഞാൻ The വസിക്കും. nations will see my glory once again. ദേശങ്ങളൊക്കെയും ജാതികൾ ദൈവമഹത്വം ഒരിക്കൽ കൂടെ കാണും. So the time that Zechariah was ministering to the people, സക്കറിയ പ്രവാചകൻ ശുശ്രൂഷിക്കുന്ന ആ സമയം the people are in exile now. ആ ജനമൊക്കെ There പ്രവാസത്തിലായിരിക്കും. is no way they can even dream about coming back from their exile. അവരുടെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിപ്പാൻ പോലും കഴിയാത്തത്. There is no way they can think that they will be out of that captivity. ആ ബന്ധനത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടും എന്ന് ഒരിക്കലും ചിന്തിപ്പാൻ പോലും അവർക്ക് കഴിയുന്നില്ല. Because their enemies were so stronger than them. അവരെക്കാളും അവരുടെ ശത്രുക്കൾ ബലവാന്മാരായിരുന്നു. They were taken to different nations and different places. അവരെ പല സ്ഥലങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. They were scattered around the world. ലോകമെമ്പാടും അവർ ചിതറിക്കപ്പെട്ടു. It was at that time ആ സമയത്ത് God raises some prophets. ചില പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. People with the message of God. ദൈവത്തിന്റെ ദൂതുമായി എഴുന്നേൽക്കുന്നു. People with the message of hope. പ്രത്യാശയുടെ ദൂതുമായി. This morning, ഇന്ന് പകൽക്കാലം the Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, God has a message of hope for your life. നിന്റെ ജീവിതത്തിനെ കുറിച്ച് ദൈവത്തിന് പ്രത്യാശയുടെ ഒരു God ദൂതുണ്ട്. has a message of hope into your family. നിന്റെ കുടുംബത്തിലേക്ക് ഒരു പ്രത്യാശയുടെ ദൂത് അവനുണ്ട്. God has a message of hope into your personal life. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ ദൂത് God ദൈവം has a നൽകുകയാണ്. message of hope for your nation. നിന്റെ രാജ്യത്തിന് ദൈവത്തിന് പ്രത്യാശയുടെ ദൂതുണ്ട്. God has a message of hope for your community. നിന്റെ സമൂഹത്തിന് ദൈവത്തിന് പ്രത്യാശയുടെ For ദൂതുണ്ട്. your children. നിന്റെ മക്കൾക്ക്. Our God is a God of restorer. നമ്മുടെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. El Yashib means എൽ യശീബ് എന്ന് പറഞ്ഞാൽ God who restores. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. How many of you believe that God can restore your life? നിന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ എത്ര God പേര് can വിശ്വസിക്കുന്നു? restore your job. നിന്റെ ജോലിയെ ദൈവത്തിന് God യഥാസ്ഥാനപ്പെടുത്തുവാൻ can കഴിയും. restore your finances. നിന്റെ സാമ്പത്തിക നന്മകളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ God ദൈവത്തിന് can കഴിയും. restore your education plans. നിന്റെ വിദ്യാഭ്യാസ പദ്ധതികളെ ദൈവത്തിന് യഥാസ്ഥാനപ്പെടുത്തുവാൻ God കഴിയും. can restore your children's life and future. നിന്റെ മക്കളുടെ ജീവിതത്തെയും ഭാവിയെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. Right now this may be in a messed up condition. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ കുഴഞ്ഞു മറിഞ്ഞ But അവസ്ഥയിലായിരിക്കാം. this morning prophetically I declare into your life, നിന്റെ ജീവിതത്തിലേക്ക് പ്രവചനാത്മാവിൽ ഞാൻ നിന്നോട് പറയുന്നു, El Yashib is going to work for you. എൽ യശീബ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ പോവുകയാണ്. God of restorer will work for you. യഥാസ്ഥാനത്തിന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ
You know പോവുകയാണ്. what happens when he works? അവൻ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? Turn to the scripture and read what the Bible says. വേദപുസ്തകം പറയുന്നത് നമുക്ക് വായിക്കാം. The Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, you know, these cities are going to be built again. ഈ പട്ടണങ്ങളൊക്കെ വീണ്ടും പണിയപ്പെടും. These cities are going to prosper again. ഈ പട്ടണങ്ങളൊക്കെയും അഭിവൃദ്ധിയിലേക്ക് വരും. These cities are going to be extended again. ഈ പട്ടണങ്ങളൊക്കെയും വ്യാപിക്കും. When God the restorer works for you, യഥാസ്ഥാനത്തിന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ there will be a restoration for your situation. നിന്റെ സാഹചര്യത്തിന് ഒരു യഥാസ്ഥാനമുണ്ട്. You will not only be brought back to the land, നീ ദേശത്തേക്ക് മടക്കി വരുത്തപ്പെടുക മാത്രമല്ല, something is going to happen in that land. ആ ദേശത്ത് ചിലതൊക്കെ സംഭവിപ്പാൻ The പോവുകയാണ്. cities are going to be built. പട്ടണം പണിയപ്പെടുവാൻ പോവുകയാണ്. The cities are going to prosper. പട്ടണം അഭിവൃദ്ധിയിലേക്ക് കടന്നു വരുവാൻ I would പോവുകയാണ്. like to focus on two words. രണ്ട് വാക്കുകളിലേക്ക് ഞാൻ ശ്രദ്ധ The കേന്ദ്രീകരിക്കാൻ cities are going to be built. പട്ടണങ്ങൾ പണിയപ്പെടുവാൻ പോകുന്നു. Something that has been destroyed by the enemy. ശത്രുവിനാൽ നശിപ്പിക്കപ്പെട്ട ചിലത്, Something that is demolished by enemy. ശത്രുവിനാൽ ഇല്ലാതാക്കപ്പെട്ട ചിലത്, Something that has been burned by the enemy. ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട ചിലത്, Something burned by the enemy. ശത്രുവിനാൽ ചുട്ടരിക്കപ്പെട്ട ചിലത്, Something that has been robbed by the enemy. ശത്രുവിനാൽ കൊള്ളയടിക്കപ്പെട്ട ചിലത്. The Bible says, ദൈവം പറയുകയാണ്, I'm going to rebuild those buildings. അതൊക്കെ ഞാൻ പണിയുവാൻ I'm പോകുന്നു. going to rebuild that city. ആ പട്ടണത്തെ ഞാൻ പണിയുവാൻ Not പോകുന്നു. only rebuild it, പണിയുക the മാത്രമല്ല, Bible says, വേദപുസ്തകം പറയുന്നു, these cities are going to be prosperous. അതൊക്കെ അഭിവൃദ്ധിപ്പെടുവാൻ These പോവുകയാണ്. cities are going to be ഈ prosperous. പട്ടണങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെടുവാൻ Once that was burned by the enemy, ശത്രുവിനാൽ ചുട്ടരിക്കപ്പെട്ടപ്പോൾ, robbed by the enemy, ശത്രുവിനാൽ കൊള്ളയടിക്കപ്പെട്ടത്, God says, ദൈവം പറയുകയാണ്, I'm going to build it. ഞാൻ പണിയുവാൻ പോകുന്നു. I'm going to prosper it. ഞാനത് അഭിവൃദ്ധിപ്പെടുത്തുവാൻ Something പോവുകയാണ്. glorious is going to become. മഹത്വമേ ഇതിൽ നിന്ന് കടന്നു വരുവാൻ And the പോവുകയാണ്. Lord says, ദൈവം പറയുകയാണ്, I'm going to dwell in that city. ഞാൻ ആ പട്ടണത്തിൽ വസിക്കുവാൻ പോവുകയാണ്. I'm going to dwell with the people. ആ ജനത്തോടുകൂടെ ഞാൻ വസിക്കുവാൻ And പോവുകയാണ്. again, if you continue to read that chapter, ആ അധ്യായം തുടർന്ന് വായിച്ചാൽ God says, ദൈവം പറയുകയാണ്, because of my presence, എന്റെ സാന്നിധ്യം കൊണ്ട് the nations are going to come into that city. ജാതികൾ അവന്റെ അടുക്കിലേക്ക് കടന്നു വരും. People will come and see my glory. എന്റെ മഹത്വം കാണുവാൻ ജാതികൾ കടന്നു വരും. So the prophet is giving a message of hope to this nation. ഈ രാജ്യങ്ങൾക്കൊക്കെയും ദേശങ്ങൾക്ക് പ്രവാചകൻ പ്രത്യാശയുടെ ദൂത് The നൽകുകയാണ്. prophet is giving a message of hope to the people who are living in hopeless condition. പ്രത്യാശയില്ലാത്ത ജീവിതമായിരിക്കുന്ന ജനത്തിന് ദൈവം പ്രത്യാശയുടെ ദൂത് ആ പ്രവാചകനിലൂടെ Three നൽകുകയാണ്. words I want to focus over here. മൂന്ന് വാക്കുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു. one. ഒന്ന്, When the restoration happens, ആ യഥാസ്ഥാനം സംഭവിക്കുമ്പോൾ God is going to build something. ദൈവം ചിലതൊക്കെ പണിയുവാൻ പോവുകയാണ്. Something that has been destroyed. നശിപ്പിക്കപ്പെട്ട ചിലത് പണിയുവാൻ Something പോവുകയാണ്. that will be completely demolished. ഇല്ലാതാക്കപ്പെട്ട ചിലതൊക്കെയും Something പണിയുവാൻ that has പോവുകയാണ്. been robbed by the enemy. ശത്രുവിനാൽ കൊള്ളയടിക്കപ്പെട്ടതൊക്കെ God is going to build. ദൈവം പണിയുവാൻ പോകുന്നു. Secondly, രണ്ടാമതായി, God is going to prosper you. അത് ദൈവം നിന്നെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ Prosper പോകുന്നു. your children. നിന്റെ മക്കളെ അഭിവൃദ്ധിയിലേക്ക് Prosper നയിക്കും. your family. കുടുംബത്തെ അഭിവൃദ്ധിയിലേക്ക് Prosper നയിക്കും. your nation. നിന്റെ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. Right now, ഇപ്പോൾ തന്നെ you may be going through a depression. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിഷാദത്തിലും നിരാശയിലും കടന്നു പോകുകയായിരിക്കും. Maybe you may be facing an economic depression. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോവുകയായിരിക്കും. But the Lord says, എന്നാൽ ദൈവം പറയുകയാണ്, I'm going to build it. ഞാനത് പണിയുവാൻ You പോകുന്നു. are going to prosper. നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവാൻ And പോവുകയാണ്. thirdly, മൂന്നാമതായി, God is going to place His presence also. ദൈവം തന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തുവാൻ God പോവുകയാണ്. is going to stay over there. അവിടെ ദൈവം വസിക്കുവാൻ The പോവുകയാണ്. ever-abiding presence of God will be with you when you are restored. അങ്ങനെ നീ യഥാസ്ഥാനപ്പെടുമ്പോൾ എന്നെന്നും നിരന്തരമായുള്ള ദൈവ സാന്നിധ്യം നിന്റെ മധ്യയിൽ ഉണ്ടാകുവാൻ His പോവുകയാണ്. presence will go with you. അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോകും. His presence will walk with you. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ നടക്കും. Because of the presence of God and your prosperity and rebuilding, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും ദൈവം വീണ്ടും പണിതത് കൊണ്ടും ദൈവത്തിന്റെ അഭിവൃദ്ധി കൊണ്ടും Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, nations will be attracted to you. ജാതികൾ നിങ്ങളിലേക്ക് I ആകർഷിക്കപ്പെടും. strongly believe ഞാൻ പൂർണ്ണമായി pretty വിശ്വസിക്കുന്നു, soon ഏറ്റവും the അടുത്ത കാലത്ത് church of God is going to prosper. ഹല്ലേലൂയ, ദൈവത്തിന്റെ സഭ അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ The church പോവുകയാണ്. of
God is going to be built again. ദൈവത്തിന്റെ സഭ പണിയപ്പെടുവാൻ The പോവുകയാണ്. church of God is going to experience the presence of God rather than any other time in the history. ചരിത്രത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം സഭ അനുഭവിപ്പാൻ പോവുകയാണ്. When the church experiences the presence of God, ദൈവ സാന്നിധ്യം സഭ അനുഭവിക്കുമ്പോൾ the Bible says വേദപുസ്തകം പറയുന്നു, nations are going to come. രാജ്യങ്ങൾ ജാതികൾ അവങ്ങളിലേക്ക് New ആകർഷിക്കപ്പെടും. people are going to come into the church. പുതിയ ജനങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു The വരും. church is going to grow. എന്നിട്ട് സഭ വളരുവാൻ The പോവുകയാണ്. church is not going to be closed. എന്നിട്ട് സഭ അടയ്ക്കപ്പെടുകയല്ല ചെയ്യുന്നത്. The church is going to grow. ദൈവസഭ വളരുവാൻ പോവുകയാണ്. More people will come into your church. അനേകർ സഭയിലേക്ക് കടന്നു വരും. And they will acknowledge the presence of God. ദൈവ സാന്നിധ്യം അവിടെ മനസ്സിലാക്കുവാൻ They will തുടങ്ങും. see the glory of God. ദൈവമഹത്വം അവർ അറിയുവാൻ They തുടങ്ങും. will see the awesome presence of God. ദൈവത്തിന്റെ മഹാശക്തിയേറിയ സാന്നിധ്യം അവർ മനസ്സിലാക്കും. And the prophet says, പ്രവാചകൻ പറയുകയാണ്, these things has to happen. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ There are three things what the prophet says. 3 കാര്യങ്ങൾ പ്രവാചകൻ പറയുകയാണ്. That's in chapter 1. 1-ാം അധ്യായത്തിൽ തന്നെ He says, പ്രവാചകൻ പറയുന്നു, you have to come to God. ദൈവസന്നിധിയിലേക്ക് വരണം. You have to come to God. ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ വരണം. If you want God to rebuild your house, നിന്റെ ഭവനത്തെ ദൈവം പണിയണമെന്ന് നിങ്ങൾ if ആഗ്രഹിക്കുന്നുവെങ്കിൽ, you want God to restore what you lost, നിനക്ക് നഷ്ടമായത് യഥാസ്ഥാനപ്പെടുത്തണമെന്ന് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് if ആഗ്രഹിക്കുന്നുവെങ്കിൽ, you want God to be a restorer in your life, നിന്റെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്നതിനായി ദൈവമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, step number 1, 1-ാം കാര്യം you have to come to God. ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ വരണം. How you have to come to God? എങ്ങനെ വരണം? The Bible very clearly says, ദൈവത്തിന് വളരെ വ്യക്തമായി the പറയുന്നു. prophet continues to speak there പ്രവാചകൻ തുടർന്നും പറയുകയാണ്, with repentance, മാനസാന്തരത്തോടുകൂടെ, with a broken heart. തകർന്ന മനസ്സോടുകൂടെ, Lord, I have sinned against you. കർത്താവേ, ഞാൻ നിനക്കെതിരായി പാപം ചെയ്തിരിക്കുന്നു. I have gone away from your plan. നിന്റെ പദ്ധതിയിൽ നിന്ന് ഞാൻ നീങ്ങിപ്പോയിരിക്കുന്നു. I didn't search you and seek your presence about my life. എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഉദ്ദേശം എന്തെന്ന് നിന്റെ മുഖം അന്വേഷിച്ചില്ല Lord, കർത്താവേ. I didn't ask you what's your plan for me. എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഇതം എന്തെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ I കർത്താവേ. have gone away from you, O Lord. നിന്നിൽ ദൂരവേ അകന്നുപോയി Now കർത്താവേ. I come back to you കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി with വരുന്നു. repentance, മാനസാന്തരത്തോടുകൂടെ, with a broken heart. തകർന്ന മനസ്സോടുകൂടെ. Bible says, വേദപുസ്തകം പറയുന്നു, come to the presence of God not by tearing your clothes, നിങ്ങളുടെ വസ്ത്രങ്ങളെ കീറിക്കൊണ്ടല്ല ദൈവസന്നിധിയിലേക്ക് കടന്നു but വരേണ്ടത്, tearing your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ So the കീറുവിൻ. prophet says, പ്രവാചകൻ പറയാണ്, there is a condition for restoration. ഈ യഥാസ്ഥാനത്തിന് ഒരു നിബന്ധനയുണ്ട്. And condition is, ആ നിബന്ധന എന്ന് പറയുന്നത്, now you have to come to God. Number 1, you have to come to God. ആദ്യമായി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണം. When you come to God, അങ്ങനെ മടങ്ങി വരുമ്പോൾ come with a broken heart. തകർന്ന മനസ്സോടുകൂടെ വരിക, Come with repentance. മനസാന്തരത്തോടുകൂടെ വരിക. Then the Bible says, വീണ്ടും ദൈവത്തിന് വചനം when പറയുന്നു, you come to me, എന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമ്പോൾ I will come to you. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി I will restore everything for you. നിനക്ക് വേണ്ടി എല്ലാം ഞാൻ I യഥാസ്ഥാനപ്പെടുത്തും. will abide with you. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. My glory will change your life. നിന്റെ ജീവിതത്തെ എന്റെ മഹത്വം So മാറ്റും. this morning, ഇന്ന് പകൽക്കാലം this is the word of the Lord for your life. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇതാണ്. There is hope for you. നിനക്ക് പ്രത്യാശയുണ്ട്. There is hope for you. നിനക്ക് പ്രത്യാശയുണ്ട്. God doesn't want your life should end like this. നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിപ്പാൻ ദൈവം There ആഗ്രഹിക്കുന്നില്ല. is no need to commit suicide. നീ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. There is no need to put an end to your life and your business and your lifestyle. നിന്റെ ജീവിത രീതിക്കും നിന്റെ ബിസിനസ്സിനും നിന്റെ ജീവിതത്തിനും ഒരു അന്ത്യം കുറിക്കേണ്ട ആവശ്യമില്ല. God doesn't want your children to be destroyed. നിന്റെ മക്കളെ നീ നശിപ്പിക്കരുത്. God doesn't want you should end your life like this. നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കണമെന്ന് ദൈവം അതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. Ruin is not the plan of God. നാശം എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയല്ല. Restoration is the plan of God. യഥാസ്ഥാനമാണ് ദൈവിക There is പദ്ധതി. nothing in this world that God cannot restore. ദൈവത്തിന് യഥാസ്ഥാനപ്പെടുവാൻ കഴിയാത്ത ഒന്നും ഈ ലോകത്തിലില്ല. The Bible pictures about a potter in the book of Jeremiah. യെരമ്യാവിന്റെ പുസ്തകത്തിൽ ദൈവം ഒരു കുശവന്റെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. And that potter, you will see a uniqueness in the life of that potter. ആ കുശവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നു. Any mud clay he can restore into a pot. ഏത് കളിമണ്ണിനെയും വീണ്ടെടുക്കുവാൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആ കുശവന് കഴിയും. Our God
is better than this potter. ഈ കുശവനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. He can restore your life. നിന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. Give hope to your life. നിന്റെ ജീവിതത്തിന് പ്രത്യാശ നൽകി തരുവാൻ അവന് കഴിയും. You need not stop your ministry. നിന്റെ ശുശ്രൂഷ നീ അവസാനിപ്പിക്കേണ്ട. You need not cut short any of your plans. നിന്റെ പദ്ധതികളൊക്കെ ചുരുക്കേണ്ട ആവശ്യമില്ല. You need not cancel any of the programs that you have planned for the glory of God. ദൈവനാമോത്വത്തിനായി നീ വെച്ചിരിക്കുന്ന പദ്ധതികളെ നീ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. You need not abort any of the visions that God has given to you. ദൈവം നൽകി തന്ന ഏതെങ്കിലും ദർശനമുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. God is a restorer. ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന He ദൈവം. can rebuild it again. അത് വീണ്ടും പണിയുവാൻ ദൈവത്തിന് കഴിയും. Right now when you look into their visions and the dreams and the plans, you may see it is completely messed up and completely collapsed. ഇപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് നീ നോക്കുമ്പോൾ നിന്റെ പദ്ധതികളും നിന്റെ ദർശനങ്ങളും നിന്റെ പ്രത്യാശയും എല്ലാം നശിച്ചതായി തോന്നിയേക്കാം. Maybe for 70 years. 70 വർഷം. Maybe for 17 years. 17 വർഷം. Maybe for 70 days. 70 ദിവസം. And you may, when you look into those plans, you may think it will never come to reality. ഒരിക്കലും ഇത് യാഥാർത്ഥ്യമാകില്ല എന്ന് ഒരുപക്ഷേ നിനക്ക് തോന്നിയേക്കാം. But the Spirit of God says, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, my brother, my son, my daughter, എന്റെ പ്രിയ സഹോദര, മകളെ, മകനെ, dear pastor, കർത്താൻദാസനെ, do you know my name? എന്റെ നാമം എന്തെന്ന് നിനക്കറിയാമോ? El Shahib, എൽ ഷഹീം, the God who restores. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. God who restores. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. This morning, ഇന്ന് പകൽക്കാലം God wants to restore your life. നിന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം He ആഗ്രഹിക്കുന്നു. wants to introduce himself as the restorer. തന്നെ താൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമായി നിനക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Prophet Zechariah, through prophet Zechariah, സഖറിയായുടെ ജീവിതത്തിൽ കൂടെ, through prophet Zechariah, he spoke to these people. ജനത്തോട് സഖറിയായുടെ ജീവിതത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. I am your restorer. ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. This will be rebuilt. ഇത് വീണ്ടും പണിയപ്പെടും. This will prosper. ഇത് അഭിവൃദ്ധിപ്പെടും. Our nation will prosper again. നമ്മുടെ ദേശം അഭിവൃദ്ധിപ്പെടും. Your life will prosper നിന്റെ again. ജീവിതം അഭിവൃദ്ധിപ്പെടും. Your finances will prosper again. നിന്റെ സാമ്പത്തികം അഭിവൃദ്ധിപ്പെടും. Your education will prosper again. നിന്റെ വിദ്യാഭ്യാസം അഭിവൃദ്ധിപ്പെടും. Your messed up family life will prosper നിന്റെ again. ജീവിതത്തിന്റെ കുഴഞ്ഞ അവസ്ഥ, കുടുംബജീവിതത്തിന്റെ കുഴഞ്ഞ അവസ്ഥ അഭിവൃദ്ധിപ്പെടും. Your health will prosper again. നിന്റെ ആരോഗ്യം അഭിവൃദ്ധിപ്പെടും. And God will abide with you ദൈവം നിന്നോട് കൂടെ വസിക്കും. and show forth His glory. അവൻ തന്റെ മഹത്വം നിനക്ക് വെളിപ്പെടുത്തി തരും. May the Lord help you ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. to enjoy the restoration power of God. ദൈവത്തിന്റെ യഥാസ്ഥാനത്തിന്റെ ശക്തി അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. To enjoy the restoration power. ദൈവത്തിന്റെ യഥാസ്ഥാനത്തിന്റെ ശക്തി ആസ്വദിക്കുവാൻ ദൈവം നിങ്ങളെ If there സഹായിക്കട്ടെ. is anybody who needs a restoration in യഥാസ്ഥാനം any areas of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും രംഗത്ത് യഥാസ്ഥാനം ആവശ്യമായുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ come to God. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. Come with repentance. മാനസാന്തരവുമായി കടന്നു വരിക. Come with a broken heart. തകർന്ന മനസ്സുമായി കടന്നു വരിക. Call upon the name of God. ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. Just like the prodigal son called upon the name of God. മുടിയനായ പുത്രൻ പിതാവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചതുപോലെ, Came to the father with a broken heart. തകർന്ന മനസ്സോട് തന്റെ പിതാവിന്റെ പക്കൽ കടന്നു വന്നതുപോലെ, And when he came, he experienced the restoration of his life. അവൻ മടങ്ങി വന്നപ്പോൾ അവൻ യഥാസ്ഥാനത്തിന്റെ അനുഭവം അനുഭവിപ്പാനിടയായി. And my God is ready for that. അതിനായി എൻ്റെ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. Would you close your eyes now? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Let's pray for a moment. ചില നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. As the choir leads us in this prayer, കൊയർ ഈ സമയത്ത് ഒരു ഗാനം പാടുമ്പോൾ you pray unto God. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. He is of God of restorer. അവൻ യഥാസ്ഥാനത്തിന്റെ ദൈവമാണ്. He is still alive. അവൻ ഇപ്പോഴും ജീവനോടിരിക്കുന്നു. I need not be with the pigs anymore. I need not live with the pigs anymore. പന്നികളോടുകൂടെ എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. My Father is alive. എൻ്റെ പിതാവ് ജീവനോടുണ്ട്. He is a restorer. അവൻ എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. താൻ വാഴുകയാൽ താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന് വിധിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ
ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ലോക ജീവിതം അതിവേണ്ട ആശ്രയമേക തൻ കൂടെയുണ്ട് കൂടെയുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ അതിവേണ്ട ആശ്രയമേക തൻ കരങ്ങളുടെ കൂടെയുണ്ട് തൻ വഴികൾ തൻ വഴി സമ്പൂർണമല്ലോ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ അതുകൊണ്ട് താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ലോക ജീവിതം അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാടു ഞാൻ പരദേശിയാടു ഞാൻ അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ ആരാധനല്ല ഞാൻ ആശരണനല്ല ഞാൻ അവകാശിയാടു ഞാൻ പരദേശിയാടു ഞാൻ അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് വിധിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ലോക ജീവിതം അതിവേണ്ട ആശ്രയമേക തൻ കരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ചെറുത് പാടുമോ അതിവേണ്ട ഹല്ലേലൂയ തൻ കരങ്ങളുടെ കൂടെയുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും ഹല്ലേലൂയ ചെയ്യുകയില്ലല്ലോ താൻ വാഴുകയാ ആകുലമില്ല നാളെ ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ലോക ജീവിതം ആയത്ര ധന്യമേ ലോക ജീവിതം. Praise the Lord.
Praise the Lord. Hallelujah. Let's close our eyes. God has ministered to us and spoke to us. He will never leave us nor forsake us. He will restore everything that we lost. He is a God who cares for us. He is always with an wide open arms to receive you when you come back to Him. Hallelujah. 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 Whatever you're going through in your life, നിന്റെ ജീവിതത്തിലൂടെ നീ കടന്നു പോകുന്ന ഏതായാലും He is there for you. അവൻ നിനക്ക് വേണ്ടി അവിടെയുണ്ട്. Especially in this situation right now. പ്രത്യേകിച്ച് ഇപ്പോഴിരിക്കുന്ന ഈ സാഹചര്യത്തിൽ You don't know what the next step that you have to make. അടുത്ത് നീ എടുക്കേണ്ട ചുവട് ഏതെന്ന് നിനക്കറിയില്ല. Lot of uncertainty. ഉറപ്പില്ലാത്ത അനേക കാര്യങ്ങൾ. But God is saying that എന്നാൽ ദൈവം നിന്നോട് പറയുന്നു, He is there for you. നിനക്ക് വേണ്ടി അവൻ അവിടെ ഉണ്ട്. He will sustain you. അവൻ നിന്നെ നിലനിർത്തും. He will sustain you. അവൻ നിന്നെ നിലനിർത്തും. He will open up doors for you. നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. Hallelujah. ഹല്ലേലൂയ. Let's just pray and close this session. നമ്മൾ പ്രാർത്ഥിച്ച് ഈ ആരാധന Heavenly അവസാനിപ്പിക്കുകയാണ്. Father, we just come before you and thank you for the privilege to be together as a church family and worship you. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സഭയാവുന്ന കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് സന്നിധിയിൽ കടന്നു വന്ന് നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും എന്ന ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം. Lord, as we look around in our life, there is a lot of waves and winds that is going through. ഞങ്ങളുടെ ചുറ്റുപാട് ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവേ, അനേകമായ തിരമാലകളും കൊടുങ്കാറ്റുകളും ഞങ്ങൾ കാണുന്നു. Our goal was to come to you. ഞങ്ങളുടെ ഉദ്ദേശം അങ്ങയുടെ അടുക്കലേക്ക് വരിക എന്നുള്ളതാണ്. We stepped out in faith. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ കാൽച്ചുവടുകൾ എടുത്തു വെച്ചു. But the waves and the winds and the difficulties that has come to our way has put us down and drowned us. എന്നാൽ കർത്താവേ, ഞങ്ങൾക്കെതിരായി കടന്നു വന്ന ആ വലിയ തിരമാലകളും കൊടുങ്കാറ്റും പ്രശ്നങ്ങളും നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ഞങ്ങളെ മുക്കിക്കിടുവാൻ പോകുന്നു. But we read in the scriptures like this. കർത്താവേ, നിന്റെ വചനത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. When Peter cried out to God, പത്രോസ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ he stretched forth his hands and lifted him up. കർത്താവേ, അങ്ങ് നിന്റെ കര നീട്ടി അവനെ ഉയർത്തിയല്ലോ. Lord, we ask you to take out all the doubts that's in our heart right now. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലിരിക്കുന്ന എല്ലാ സംശയങ്ങളെയും എടുത്തു മാറ്റുവാനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. Lord, we want to put all the faith in you. ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം അങ്ങയിൽ മാത്രം അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Because you are the author and finisher of our faith. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനും അങ്ങ് മാത്രമാകിയാൽ സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. We trust you. ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. All these seasons will go away. കർത്താവേ, ഈ കാലങ്ങളൊക്കെ മാറിപ്പോകും. And we will see the victorious life that you have installed for ഹല്ലേലൂയ. us. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വെച്ചിരിക്കുന്ന ജയത്തിന്റെ ജീവിതം ആ നാളുകൾ ഞങ്ങൾ നോക്കി പാർക്കുന്നു. Lord, we commit all our church members and all the people who are watching us right now. കർത്താവേ, ഞങ്ങളുടെ സഭയിലെ എല്ലാ വിശ്വാസികളെയും ഈ കർത്താവെ ആരാധന ശ്രമിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. Lord, for the people who are going to watch this later on in the service. കർത്താവേ, ഇതിനു ശേഷവും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, every song, every scripture, every words that came out through this program will be a blessing in their life. കർത്താവേ, ഞങ്ങൾ പാടിയതായ എല്ലാ ഗാനങ്ങളും, കർത്താവേ പറയപ്പെട്ട എല്ലാ ദൈവത്തിന്റെ വചനവും ദൂതും, കർത്താവേ എല്ലാ വാക്കുകളും കർത്താവേ അവർക്ക് അനുഗ്രഹമായി തീരുവാൻ നീ സഹായിക്കണമേ. Let that spirit be lifted up. അവിടെ ആത്മാവ് കർത്താവെ സന്തോഷിപ്പാൻ ഉയർത്തപ്പെടുവാൻ ഇടവരുത്തണമേ. Let all the doubts and be taken out. എല്ലാ സംശയങ്ങളും അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നീക്കപ്പെടട്ടെ. And let the faith come into their life. കർത്താവേ, വിശ്വാസം അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു വരട്ടെ. We love you. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു We give കർത്താവേ. you all glory and honor. സകല മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Our pastor will say the benediction right now. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച ജനദിനവും സകല നന്മകളാലും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഈ ആരാധനയിൽ നമ്മോടൊപ്പം സംബന്ധിച്ച സകല ജീവിതങ്ങളുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
feet are frozen on this middle ground. The water's warm here, but the fire's gone out. I played it safe for so long, the passion left. Turns out safe is just another word for regret. So I step to the edge and I take a deep breath. We're all down to live, but we're all scared to death. And this is the part where my head tells my heart it should turn back around, but there's no turning back now. I'm going all in, head first to the deep end. I hear you calling, and this time the fear won't win. I'm going all in. I'm all in, I'm all in, all in. I'm all in, I'm all in. I believe that one day I will see your kingdom come, and I wanna hear you say, welcome home, my child, well done. So I step to the end.